നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിന്നെയും നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ കർത്താവ് തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഒരു പ്രത്യേക വിഷയമാണ് ചിന്തിച്ചത്. അതിൻ്റെ കാരണം അതിന് മുൻപുള്ള ആഴ്ചകളിൽ നമ്മളിങ്ങനെ സംസാരിച്ചു പോയപ്പോൾ കർമ്മേലിൽ ഇറങ്ങിയ തീയുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് പരാമർശം നടത്തി. അതായത് ഏലിയാവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണല്ലോ അത്. അപ്പോൾ അങ്ങനെ കർമ്മേലിൽ ഇറങ്ങിയ തീയുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശം മറ്റ് പല ആളുകളും അതിനോട് യോജിക്കാതെയും വിയോജിച്ചും ഒക്കെ പല രീതിയിലും പോയി. അപ്പോൾ അതിനൊരു മറുപടി എന്നോണമാണ് കഴിഞ്ഞ ആഴ്ച സംസാരിച്ചത്. കാരണം ഒത്തിരി പാസ്റ്റേഴ്സ്, ഒത്തിരി വിശ്വാസികൾ നാല് സൈഡിൽ നിന്നും ആ കാര്യത്തോട് വിയോജിപ്പ് രേഖപ്പെടുത്തിയപ്പോൾ അതങ്ങനെയല്ല, ഇതിങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ പറയുന്ന കാര്യങ്ങളോട് നമുക്ക് റെസ്പെക്റ്റ് ഉണ്ട്, ഇല്ലാഴികയൊന്നുമില്ല. എന്നാൽ ചില ആളുകൾ ഇതിൻ്റെ ഒന്നും ആഴമൊന്നും അറിഞ്ഞിട്ടല്ല, ചുമ്മാ വെടി പൊട്ടിക്കുന്നതാണ്. ചില ശുശ്രൂഷകരും അതുപോലെ തന്നെയാണ്. അവരെന്തോ ധരിച്ചു വെച്ചിട്ടുണ്ട്. അതിനപ്പുറം മറ്റാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെയല്ല, അത് ദുരുപദേശമാണെന്നൊക്കെ പറഞ്ഞു കളയും. അപ്പോൾ അങ്ങനെ വിവിധ കോണുകളിൽ നിന്ന് നമ്മൾ ആ പറഞ്ഞ കാര്യത്തോടുള്ള വിയോജിപ്പുകൾ വന്നു. അപ്പോൾ അതിനൊക്കെയുള്ളൊരു മറുപടി എന്നോണമാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ച് മുന്നോട്ട് വന്നത്. എന്നാലും നമുക്കത് പൂർത്തീകരിക്കാൻ പറ്റിയില്ല. നമ്മൾ ഗിലെയാദിലെ തിശ്ബിയിൽ നിന്ന് ഏലിയാവിനോടുകൂടെ സഞ്ചരിച്ച് അങ്ങനെ കർമ്മേലിലെത്തി അവിടെ നിർത്തിയിരിക്കുകയാണ്. ഇനിയാണ് ചില കാര്യങ്ങൾ പറയേണ്ടത്. അതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് വേഗം എത്തേണ്ടതുണ്ട്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് രണ്ട് കാര്യം ആമുഖത്തിൽ അങ്ങ് പറഞ്ഞോട്ടെ. അതായത് കഴിഞ്ഞ ആഴ്ചത്തെ ആ മെസ്സേജ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം പലരും അത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ചില സഹോദരങ്ങൾ എന്നെ വിളിക്കാനിടയായി. അതായത് കർത്താവിൻ്റെ വേലയിൽ നിൽക്കുന്ന യൗവനക്കാരായ ചില പ്രിയപ്പെട്ടവർ, അല്ലാത്ത പല സഹോദരങ്ങളും ഒക്കെ ഇങ്ങനെ വിളിക്കാനിടയായി. അതായത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈ പറയപ്പെട്ട നിലയിൽ കർമ്മേലിൽ ഇറങ്ങിയ ആ അഗ്നി എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കൊണ്ടുവരികയായിരുന്നു. അത് പറഞ്ഞു കൊണ്ടുവരുവാൻ വേണ്ടി ഇസ്രായേലിൻ്റെ ഒരു ചരിത്രമാണ് നമ്മൾ തുറന്നു കൊണ്ടുവന്നത്. അതായത് മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ട് ചെങ്കടൽ കടന്ന് മരുഭൂമി വഴിയായി വാഗ്ദത്ത ദേശത്ത് എത്തിയ ആ ജനത്തെ ന്യായാധിപന്മാർ ഭരിച്ച് മുന്നോട്ട് നടത്തി. എന്നാൽ പിന്നത്തേതിൽ അവർക്ക് തോന്നി അത് പോരാ, ഞങ്ങൾക്ക് ജാതികളെപ്പോലെ ഒരു രാജാവിനെ വേണം എന്നുള്ള അവരുടെ ആ താല്പര്യത്തെ മുൻനിർത്തിക്കൊണ്ട് അവർക്ക് രാജാക്കന്മാരെ കൊടുത്തു. അങ്ങനെ ഇസ്രായേൽ രാജ്യം ശൗലിൻ്റെയും ദാവീദിൻ്റെയും ശലോമോൻ്റെയും കാലത്ത് ഒരു ഏകീകൃത രാഷ്ട്രം എന്ന നിലയിൽ മുൻപോട്ട് പോയി. പിന്നീട് രാഷ്ട്രം രണ്ടായി വിഭജിക്കപ്പെട്ടു. അതായത് ശലോമോൻ്റെ മകൻ റഹബയാമിൻ്റെ കാലത്ത് അങ്ങനെ തെക്കേ ദേശമെന്നും വടക്കേ ദേശമെന്നും രണ്ടായി തിരിഞ്ഞെന്ന് നമ്മൾ കണ്ടു. അതായത് വടക്കേ ദേശത്തെ ആദ്യത്തെ രാജാവാണ് യൊറബയാം. അവിടെ മുതൽ ആഹാബ് വരെയുള്ളൊരു കാലഘട്ടത്തെ നമ്മൾ കണ്ടത് ഏതാണ്ട് 84 വർഷക്കാലം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇത്രയും കാലഘട്ടത്തിൽ ഇസ്രായേലിൽ അഥവാ വടക്കേ ദേശത്ത് ഭരിച്ച രാജാക്കന്മാരുടെ തനിക്കൊണമാണ് നമ്മൾ കണ്ടത്. സോർ സീദോനിലെ രാജാവിൻ്റെ മകളായ ഇസബേലിനെ കല്യാണം കഴിച്ചുകൊണ്ട് ആഹാബ് രാജഭരണത്തിലേക്ക് വരികയാണല്ലോ. അപ്പോൾ നമ്മൾ കണ്ടത് ഇസ്രായേലിൻ്റെ ആ ഒരു പരിതാപകരമായ അവസ്ഥ അങ്ങനെ വന്ന് ഒടുക്കം നമ്മൾ ഇവിടെ എത്തി. ഇത് കർമ്മേലിൽ തീയുമാണ് വിഷയമെങ്കിലും അതിലൊരു കേന്ദ്ര കഥാപാത്രമാണ് ഏലിയാവിൻ്റെ ലൈഫും അവിടെ തുറന്നു വന്നു. അങ്ങനെ ഗിലെയാദിലെ തിശ്ബിയിൽ നിന്ന് ഏലിയാവിനെ ദൈവം തട്ടി ഉണർത്തിയതും 2.5 ഗോത്രക്കാർ ട്രാൻസ് ജോർഡാനിൽ എങ്ങനെയായിരുന്നെന്നും വാഗ്ദത്ത ഭൂമിയിലുള്ള 7.5 ഗോത്രക്കാരേക്കാൾ മുമ്പ് ഈ 2.5 ഗോത്രക്കാർ പ്രമാണങ്ങളിൽ നിന്ന് അകന്നുപോയി. അവർ ശരിക്കും ലോകമയത്വത്തിലേക്ക് പോയി. അതിൻ്റെ നടുക്കാണ് ഏലിയാവ് എന്ന് പറയുന്ന മനുഷ്യനെ സ്വർഗത്തിലെ ദൈവം എഴുന്നേൽപ്പിച്ചത്. അപ്പോൾ ഏലിയാവിനെ ദൈവം നടത്തിയതും ഏലിയാവ് ദൈവത്തോടു കൂടെ നടന്നതും ദൈവത്തിൻ്റെ ആലോചന പ്രകാരം താൻ ആഹാബിൻ്റെ കൊട്ടാരത്തിൽ വന്ന് ആഹാബിനോട് ദൂത് പറയുന്നതും അങ്ങനെ അനവധി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വന്നു. അപ്പോൾ യൗവനക്കാരനായ ദേവദാസൻ എന്നോട് പറയായിരുന്നു, ചെറിയ ഒരു ക്ഷീണത്തിൽ, മനുഷ്യരല്ലേ, ശുശ്രൂഷാമുഖത്തൊക്കെ ചില സമയത്ത് ഒന്ന് ക്ഷീണിച്ചൊക്കെ പോവാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഒക്കെ നമ്മൾ ആഗ്രഹിച്ചതുപോലെയോ അല്ലെങ്കിൽ ചുറ്റും സംഭവിക്കുന്ന പല കാര്യങ്ങളുമൊക്കെ നമ്മളെ ചില സമ്മർദ്ദങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകാം. അപ്പോൾ അതിൻ്റെ നടുവിൽ ആ മെസ്സേജ് കേട്ടപ്പോൾ ആരോ വന്ന് തട്ടി ഉണർത്തിയതുപോലെയാണ് ഫീൽ ചെയ്തതെന്ന്. എല്ലാവരുടെയും കാര്യമല്ല, അദ്ദേഹത്തിൻ്റെ കാര്യം. അദ്ദേഹത്തെ ആരോ തട്ടി ഉണർത്തിയതുപോലെ അദ്ദേഹത്തിന് ഫീൽ ചെയ്തു, ഒരു ഉൾക്കരുത്ത് ലഭിച്ചതുപോലെ. നമ്മളവിടെ കണ്ട മറ്റൊരു കാര്യമാണ്, അതായത് ഏലിയാവിന് മുൻപ് ദൈവത്തിൻ്റെ ദാസനായ ദാവീദ് ഇതുപോലെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ സമയത്ത് ദാവീദ് തന്നെത്താൻ ബലപ്പെടുത്തി. അങ്ങനെ ബലം കൊടുക്കാനായിട്ട് ആ ചുറ്റും ആരും ഉണ്ടായില്ല. അതുകൊണ്ട് സ്വയം ബലപ്പെടുത്തി. അതുപോലൊരു സാഹചര്യത്തിലൂടെ ഏലിയാവും
തന്നെത്താൻ ബലപ്പെടുത്തി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. അതൊക്കെ കേട്ടുകൊണ്ടിരുന്ന ആളുകളുടെ ജീവിതത്തിൽ അവർക്ക് ഒരു സ്പർശനം ഉണ്ടാകുകയും അവർക്കതൊരു അനുഗ്രഹമായി തീരുകയും ചെയ്തു എന്നുള്ള കാര്യങ്ങൾ വേറെയും പലരിൽ നിന്നുമൊക്കെ ഞാൻ കേട്ടു. അപ്പോൾ ഒന്ന് ചുരുക്കി പറഞ്ഞതാണ്. എന്നാൽ ആ മെസ്സേജ് ഒന്നും അധികം പേര് കേട്ടിട്ടില്ല. അധികം പേരൊന്നും കേട്ടിട്ടില്ല, വളരെ കുറച്ച് ആളുകളെ കേട്ടിട്ടുള്ളൂ. അത് കേട്ട മറ്റൊരു സഹോദരൻ എന്നോട് പറഞ്ഞത് ഒരു തവണ കേട്ടിട്ട് ഒന്നും മനസ്സിലായില്ലെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഒന്നുകൂടെ ഓൺ ചെയ്യാമല്ലോ. ഓൺ എന്നുള്ള ബട്ടണെ ഞെക്കി കഴിഞ്ഞാൽ വീണ്ടും ഓണാവും. അപ്പോൾ വീണ്ടും ഓൺ ചെയ്യുക, മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ഓൺ ചെയ്യുക. 2 3 കേട്ടെന്ന് ഓർത്ത് ടാക്സ് ഒന്നും കൊടുക്കണ്ടല്ലോ. അങ്ങനെ കേൾക്കുക, കാര്യങ്ങളുടെ ഒരു നിജസ്ഥിതിയിലേക്ക് വരിക. അല്ലെങ്കിൽ ഈ മറ്റേ ഉദ്ദേശിമാരൊക്കെ കിടന്ന് പറഞ്ഞതുപോലെ അവിടെ ഇറങ്ങിയ തീ ഇസ്രായേലിനോടുള്ള ദൈവത്തിൻ്റെ സ്നേഹനിമിത്തം ഇറക്കിയതാണ് എന്നൊക്കെ പറഞ്ഞു കളയും. അപ്പോൾ അങ്ങനെയുള്ള മണ്ടത്തരങ്ങളിലേക്കൊക്കെ പോകാതിരിക്കണമെങ്കിൽ വചനം നല്ല രീതിയിൽ പഠിക്കണം, നല്ല രീതിയിൽ പഠിച്ചു കൊണ്ടുവരണം. എനിവേ, നമ്മൾ കഴിഞ്ഞ ദിവസം നിർത്തിയത് 1 രാജാക്കന്മാർ 18-ാം അധ്യായത്തിൽ വന്നാണ്. 18-ാം അധ്യായത്തിൽ 17-ാം അധ്യായം തുടങ്ങുമ്പോഴാണ് ഗിലെയാദിലെ തിഷ്ബിയിൽ നിന്നുള്ള തിഷ്ബിനായ ഏലിയാവിനെ നമ്മൾ രംഗത്ത് കാണുന്നത്. ആഹാബിൻ്റെ കൊട്ടാരത്തിൽ വന്ന് താന് ദൈവത്തിൻ്റെ സന്ദേശം കൈമാറുന്നത്. അതിനോടനുബന്ധിച്ച് നമ്മൾ യാക്കോബിൻ്റെ ലേഖനത്തിലെ വാക്യം വെച്ച് പറഞ്ഞായിരുന്നു കേട്ടോ. എത്ര പേരത് കേട്ടെന്ന് എനിക്കറിയില്ല. അതായത് ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ്. അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ മഞ്ഞുമഴയൊക്കെ നിന്നെന്നുള്ള കാര്യം യാക്കോബ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏലിയാവ് എപ്പോഴാണ് ഈ പ്രാർത്ഥിച്ചതെന്നുള്ള ചോദ്യത്തിന് പൊതുവിൽ ഉത്തരം കിട്ടാറില്ലെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ ഉത്തരവും കൂടെ നമ്മുടെ ആ മെസ്സേജിനകത്തുണ്ട്. ഉത്തരം നിങ്ങൾ മനസ്സിലാക്കി കാണുമായിരിക്കും. ഉത്തരം അതിനകത്തുണ്ട്. അപ്പോൾ അങ്ങനെ ആഹാബിൻ്റെ കൊട്ടാരത്തിൽ താനെ പിന്നീട് പോകുന്നത് കെരീത്തിലേക്കാണ്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഏലിയാവ് സരേഫാത്തൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ആഹാബിനെ കാണിക്കാനായിട്ട് വീണ്ടും വരുന്നു. അങ്ങനെ ആഹാബിനെ കാണിക്കാനായിട്ട് വരുന്നതാണ് ഈ 18-ാം അധ്യായത്തിൻ്റെ തുടക്ക ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ നമ്മൾ കാണുന്നത്. ഒബദിയാവ് അവിടെ കഥാപാത്രമായിട്ടുണ്ട്. അങ്ങനെ ഏലിയാവ് ആഹാബുമായിട്ട് മുഖാമുഖം സംസാരിക്കുന്നു ഒക്കെ നമ്മൾ പറഞ്ഞു. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ 19-ാം വാക്യം നമ്മൾ നേരിട്ട് വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്. അതിന് മുകളിലുള്ള വാക്യങ്ങൾ, അതായത് അതിൻ്റെ 17, 18 വാക്യങ്ങൾ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ ഏലിയാവും ആഹാബും മുഖാമുഖം വരികയാണ്. അപ്പം ആഹാബ് ഏലിയാവിനോട് പറയുകയാണ്, ഇതാരായി വന്നിരിക്കുന്നത്? ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നവനോ? അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അന്നേരം ഏലിയാവ് തിരിച്ചു മറുപടി പറയുകയാണ്, ഞാനല്ല ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത്, നീയും നിൻ്റെ പിതൃഭവനം അത്രയെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ അവസാനം 18-ാം വാക്യത്തിൽ ഒടുക്കം താൻ പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ യഹോവയുടെ കൽപ്പനകളെ ഉപേക്ഷിക്കുകയും നീ ബാൽ വിഗ്രഹങ്ങളെ ചെന്ന് സേവിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇസ്രായേൽ ഇങ്ങനെയൊരു കഷ്ടത്തിലൂടെ പോകേണ്ടി വന്നത്. കഷ്ടം തന്നെ 3 വർഷമായി, 3-3.5 വർഷമായി മഞ്ഞുമില്ല, മഴയില്ല, ആകപ്പാട് കൂടി ജനം നെട്ടോട്ടം ഓടുന്നൊരു പരുവത്തിലേക്ക് വന്നു. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വന്നു. അപ്പോൾ സാധാരണ ജനങ്ങളുടെ ഇടയിലൊക്കെ ഒരു സംസാരമുണ്ട്. സംസാരം തന്നെ ഏലിയാവ് നാക്കെടുത്തു കഴിഞ്ഞാൽ ക്രിറ്റിസിസം മാത്രമേ ഉള്ളൂ. പുള്ളിക്ക് വേറെ പരിപാടിയൊന്നുമില്ല. ആഹാബിനെ കണ്ടാലും ഇസബേലിനെ കണ്ടാലും അവരെ കണ്ടാലും അച്ചായ അമ്മാമ്മ എന്നൊന്നും വിളിക്കില്ല. അങ്ങനെ അവരുമായിട്ടൊന്നും ഒരു സീറ്റിങ്ങിലല്ല പോകുന്നത്. ആഹാബിൻ്റെ വീട്ടിലെ മീറ്റിങ്ങിനൊന്നും വിളിച്ചാൽ പോലും പുള്ളി വരില്ല. ഇങ്ങനെയൊക്കെ ആളുകളുടെ ഇടയിൽ ചർച്ച കാണും. ചിലപ്പോൾ ഏലിയാവ് ഏതോ തോട്ടിൽ പോയി എങ്ങാണ്ട് കിടക്കുകയായിരുന്നു, പിന്നെ ഏതോ ഒരു വിധവയുടെ വീട്ടിലെങ്ങാണ്ടൊക്കെ അപ്പോൾ കിടപ്പ്, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള സംസാരങ്ങൾ കാണുകയായിരിക്കും. എന്തായാലും ജനങ്ങളുടെ എല്ലാ ഉള്ളിൽ ഏലിയാവ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഒരു ദുഷ്ട കഥാപാത്രമായിരിക്കും എന്നാണ് എൻ്റെ ഒരു ചിന്ത. നിങ്ങളെങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത്? ഈ 3.5 കൊല്ലമായിട്ട് അവർ നരകിക്കുക. അതിൻ്റെ കാരണക്കാരൻ ലെവനാണ്, അതായത് നമ്മുടെ ആഹാബാണെന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അവരുടെ വിചാരം അവരിങ്ങനെ ഒരു നരകിക്കുന്ന അവസ്ഥയിലൂടെ പോകാൻ കാരണക്കാരൻ ഏലിയാവാണെന്നാണ് ഈ സാധുക്കൾ ചിന്തിക്കുന്നത്. അവരുടെ ഉള്ളിൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഒരു പൊതുവായ സംസാരമുണ്ടല്ലോ, ചില കാര്യത്തെക്കുറിച്ചൊരു പൊതുവായ സംസാരമുണ്ട്. ആ പൊതുവായ സംസാരമാണ് ആഹാബ് ഏലിയാവിനെ അറിയിക്കുന്നത്. സുഹൃത്തേ, ഈ ഇസ്രായേൽ ദേശം മുഴുവനും ഇങ്ങനെയാണ് പറയുന്നത്, നീ ആൾ ശരിപ്പുള്ളിയല്ല, നീയാണ് ജനത്തെ കഷ്ടപ്പെടുന്നതെന്നാണ്. അന്നേരമാണ് ഊരുള്ളയ്ക്ക് ഉപ്പേരി മറുപടി പോലെ അങ്ങ് ചെല്ലുന്നത്. ഞാനോ? നീയും നിൻ്റെ പിതൃഭവനവും അത്രയെന്നല്ലേ പറയുന്നത്. രാജാവിൻ്റെ ശബ്ദത്തിനേക്കാളും മുകളിലുള്ളൊരു ശബ്ദമാണിത്. കാരണം ഇതിനകത്ത് അഭിഷേകമുണ്ട്. രാജാവ് അഭിഷിക്തനല്ലേ എന്ന് ചോദിച്ചാൽ യെസ്, രാജാവ് അഭിഷിക്തനൊക്കെയാണ്. അപ്പോൾ അതിന് മുകളിലുള്ള ശബ്ദമാണ്. രാജാവ് അഭിഷിക്തനാന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് വന്നു കേട്ടോ. ഈ ആഹാബ് ആരാ? വടക്കേ ദേശത്തെ രാജാവല്ലേ? പറഞ്ഞു വന്നാൽ യഹോവയുടെ ദാസനല്ലേ? ഇപ്പം പുള്ളിയുടെ കയ്യിലിരിപ്പ് മോശമായിരിക്കാം, പക്ഷേ
ടെക്നിക്കലി നമ്മൾ നോക്കുമ്പോൾ പുള്ളി ഇസ്രായേൽ ദേശത്തെ രാജാവാണ്. ആ ഇസ്രായേൽ ദേശത്തെ രാജാവിനെ നമ്മൾ ദൈവത്തിൻ്റെ അഭിഷിക്തൻ എന്ന് തന്നെ വിളിക്കേണ്ടി വരും. അപ്പോൾ ദൈവത്തിൻ്റെ അഭിഷിക്തനായ ആഹാബിൻ്റെ അടുക്ക വന്ന് ഇതുപോലെ ദൂത് പറയുക, ആഹാബിനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഏലിയാവ്, എന്നാ സംസാരമാണ് ഇതൊക്കെ? നമുക്കൊരു ചരിത്രം വേറെ അറിയാം. ആ ചരിത്രം എന്ന് പറയുന്നത് ദാവീദ് ശൗലുമായി ബന്ധപ്പെടുത്തിയൊരു ചരിത്രമാണ്. സാധാരണ പാസ്റ്റേഴ്സ് എല്ലാം പറയുന്നൊരു കാര്യമാണ്. അതായത് ദാവീദ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ശൗല് കിടന്നുറങ്ങിയപ്പോൾ ശൗലിൻ്റെ വസ്ത്രത്തിൻ്റെ അഗ്രം മുറിച്ചുകൊണ്ട് വന്ന ഒരു രംഗമുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട ആ ഭാഗത്ത് ദാവീദ് പറയുന്നതാണ്, ഞാൻ യഹോവയുടെ അഭിഷിക്തനോട് ഇങ്ങനെ ചെയ്യാൻ ഇട വന്നല്ലോ എന്നുള്ള രീതിയിൽ. അതായത് യഹോവയുടെ അഭിഷിക്തന്മാരോടുള്ള ബന്ധത്തിൽ പിന്നീട് നമ്മൾ സാധാരണ പ്രസംഗത്തിലൊക്കെ പറഞ്ഞു കളയും, അഭിഷിക്തനെ തൊട്ട് കളിക്കരുത് അപ്പടി ഇപ്പടി എന്നൊക്കെ പറഞ്ഞ്, ദാവീദ് പോലും പറഞ്ഞു കണ്ടോ എന്നൊക്കെ പറഞ്ഞ് ആ പഴയ നിയമ ഭാഗം എടുത്താണ് വരുന്നത്. അങ്ങനെയെങ്കിൽ ശൗൽ അഭിഷിക്തനാണെങ്കിൽ അതുപോലെ തന്നെ അഭിഷിക്തനല്ലേ ഈ പറയപ്പെട്ട ആഹാബ്? മനസ്സിലായില്ലായിരിക്കും. ശൗല് ദൈവത്തിൻ്റെ അഭിഷിക്തനാണെങ്കിൽ വടക്കേ ദേശത്തെ രാജാവായ ആഹാബും ദൈവത്തിൻ്റെ അഭിഷിക്തനാണ്. ആ അഭിഷിക്തനോടാണോ വന്ന് ഏലിയാവ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അങ്ങനെയുള്ള അദ്ദേഹത്തിന് മുമ്പിൽ വന്ന് നിന്നിട്ടാണോ ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും പെയ്യില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നത്? അപ്പോൾ അത് അഭിഷിക്തൻ്റെ നേരെയുള്ള ഒരു വെല്ലുവിളിയല്ലേ അത്? യഹോവയുടെ അഭിഷിക്തൻ്റെ നേരെ വെല്ലുവിളിച്ചുകൊണ്ട് മഞ്ഞും മഴയും പെയ്യില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കൂട്ടി വെച്ച് പഠിക്കേണ്ട വിഷയങ്ങളാണ്. നമുക്ക് എവിടെയൊക്കെയോ പാളിച്ച പറ്റി. നമ്മൾ ദാവീദ് പറഞ്ഞ ആ ഒറ്റ വാക്യത്തെ പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഉപദേശം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അതെങ്ങനെ ശരിയാവും? മൊത്തം പാളിപ്പോവില്ലേ? അങ്ങനെയെങ്കിൽ പൗലോസിനെയൊക്കെ നമ്മൾ അറസ്റ്റ് ചെയ്യേണ്ടി വരും. കാരണം ദാവീദ് പറഞ്ഞ രീതിയിൽ അത് അങ്ങനെ തന്നെ എടുത്ത് നമ്മൾ അതിൻ്റെ ഒരു ഉപദേശം സ്ഥാപിക്കുകയാണെങ്കിൽ പൗലോസിന് ഒരിക്കലും പത്രോസിനോട് അഭിമുഖമായി നിന്നുകൊണ്ട് പരിച്ഛേദനയുമായി ബന്ധപ്പെട്ടൊരു വാക്കും ഇടാൻ പറ്റില്ല. ദൈവത്തിൻ്റെ അഭിഷിക്തനാ പത്രോസ്. ആ പത്രോസിനോട് എങ്ങനെ പൗലോസിന് സംസാരിക്കാൻ പറ്റുമോ? പിന്നെയും വേറെ പലരുടെയും കാര്യം പറയുന്നുണ്ടല്ലോ. ഉമനിയോസും ഫിലേത്തോസും ദൈവരാജ്യത്തിലുള്ളവരാണ്. ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അവരുടെ വിശ്വാസക്കപ്പൽ തകർന്നുപോയി. അവർ ട്രാക്ക് തെറ്റിപ്പോയെന്ന്, അതുകൊണ്ട് വിശ്വാസക്കപ്പൽ തകർന്നുപോയി. അതുപോലെ ദേമാസിനെ കുറിച്ച് പറയുമ്പോൾ ദേമാസ് എന്നെ വിട്ട് ലോകത്തെ സ്നേഹിച്ചു പോയി. അപ്പോൾ അതങ്ങനെയൊക്കെ പറയാമെന്ന് ചോദിച്ചാൽ പിന്നെ എങ്ങനെ പറയും? അങ്ങനെ ഒരാൾ പോയി, ഇനി ബാക്കിയുള്ളവർ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയിട്ട് ആ വഴിക്ക് പോകരുത്. അതിനാണ് അങ്ങനെയുള്ള സൂചനകളും മുന്നറിയിപ്പുകളും കൊടുക്കുന്നത്. ഈ പറഞ്ഞതൊക്കെ മനസ്സിലായി കാണുന്നതാണ് എൻ്റെ ഒരു ചിന്ത. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനത്തെ മുന്നറിയിപ്പുകളൊക്കെ കൊടുക്കുന്നത്. ഇനിവേ നമുക്കിവിടെ തിരിച്ചു വരാം. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ ഏലിയാവ് ആഹാബിൻ്റെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, നീയും നിൻ്റെ പിതൃഭവനവുമാണ് ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നതെന്ന്. എന്നിട്ട് 19-ാം വാക്യത്തിൽ വായിക്കുകയാണ്, എന്നാൽ ഇപ്പോൾ ആളയച്ച് എല്ലാ ഇസ്രായേലിനെയും ബാലിൻ്റെ 450 പ്രവാചകന്മാരെയും ഇസബേലിൻ്റെ മേശയെങ്കിൽ ഭക്ഷിച്ചു വരുന്ന 400 അശേര പ്രവാചകന്മാരെയും കർമ്മേൽ പർവ്വതത്തിൽ എൻ്റെ അടുക്കൽ കൂട്ടിവരുത്തുക. ശരിക്കും ഇതാണോ രാജകീയ സ്വരം? അതെയോ അതിനു മുമ്പ് കേട്ടതാണോ രാജകീയ സ്വരം? ആഹാബ് ഏലിയാവിനോട് സംസാരിക്കുന്നുണ്ടല്ലോ, നീയല്ലോ ഇസ്രായേലിനെ കഷ്ടപ്പെടുന്നൊക്കെ പറയുന്നില്ലേ? അതാണോ രാജകീയ ശബ്ദം? ഈ 19-ാം വാക്യത്തിൽ കണ്ടതാണോ രാജകീയ ശബ്ദം? ഇതാരോടെ ഈ പറയുന്നത്? പ്രവാചകൻ എന്നൊക്കെ നമ്മൾ പറയും. ഏലിയാവിനെ ഒന്നും ആഹാബ് ഗൗനിക്കുന്നില്ലെന്നേ. ഇപ്പോൾ ഈ പ്രസംഗം കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു പാളിച്ച പറ്റും. എന്താ പാളിച്ചെന്നറിയാവോ? നിങ്ങൾ ഏലിയാവ് ദൈവത്തിൻ്റെ അഭിഷിക്തൻ ഭയങ്കര മഹാപ്രവാചകൻ എന്നൊക്കെ ഉള്ള രീതിയിൽ ചിന്തിച്ചായിരിക്കും ഇരിക്കുന്നത്. നിങ്ങളൊരു ചില നിമിഷം നേരത്തേക്ക് അങ്ങനെ ചിന്തിക്കേണ്ട. നിങ്ങൾ ആ ഇസ്രായേലുകാരുടെ മനോനിലയൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതുപോലെ ഒന്ന് ചിന്തിച്ചേ. അവരാരും ആ ഒരു ഗൗരവത്തിലല്ലെന്നേ കാണുന്നത്. ആഹാബും ആ ഗൗരവത്തിലല്ല കാണുന്നത്. അത്രയും വലിയ ഗൗരവമൊന്നും അവർ കൊടുക്കുന്നില്ല. അയ്യോ, ദൈവത്തിൻ്റെ അഭിഷിക്തൻ പ്രവാചകൻ വന്നിരിക്കുന്നു, കടന്നു വന്നാട്ടെ, അങ്ങനെയൊന്നുമല്ല. അങ്ങനെ ഒരു റെസ്പെക്റ്റ് ഒന്നും ഉള്ള നിമിഷങ്ങളല്ല അത്. അപ്പോൾ നോക്കുക, ഏലിയാവിൻ്റെ സ്വരം എത്ര കനത്തതാണ്. ഏലിയാവ് ആഹാബിനോട് സംസാരിക്കുന്ന രീതി നോക്ക്. അതായത് ബാലിൻ്റെയും അശേരയുടെയും പ്രവാചകന്മാരെ കർമ്മേലിൽ എൻ്റെ അടുക്കൽ കൂട്ടിവരുത്തുക. ഓടിച്ചങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ നിങ്ങളുടെ ശ്രദ്ധ അതിൽ നിന്ന് ഉടക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. എൻ്റെ അടുക്കൽ കൂട്ടിവരുത്താൻ. ശരിക്കും രാജാവല്ലേ പറയേണ്ടത്? അതെ, ഞാൻ ഇന്നൊരു സ്ഥലം കണ്ടിട്ടുണ്ട്, ഒരു കാര്യം ചെയ്തോ ഏലിയാവേ, നീയും പോരെ, ബാലിൻ്റെ അശേരയുടെയും പ്രവാചകന്മാരെ ഞാൻ അവിടെ കൂട്ടിയേക്കാം എന്ന് രാജാവാണ് പറയേണ്ടത്.
പക്ഷെ പറയുന്ന ആരാ? പറയുന്നത് ഏലിയാവാ. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം, തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴേക്ക് വായിക്കുമ്പോൾ, അങ്ങനെ ആഹാബ് എല്ലാ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ആളയച്ച് കർമ്മേൽ പർവ്വതത്തിൽ ആ പ്രവാചകന്മാരെ കൂട്ടിവരുത്തി. അതായത് നമ്മളിപ്പോൾ വായിച്ച 20-ാം വാക്യം. ഈ 19-ാം വാക്യത്തിൽ നിന്ന് 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അതിന് ചില ദിവസങ്ങൾ എടുത്ത് കാണും. സൂക്ഷ്മം എനിക്ക് പറയാൻ പറ്റില്ല എത്ര ദിവസം എന്നുള്ളത്. കാരണം എല്ലാ ഇസ്രായേലിനെയും ഈ വിവരം അറിയിക്കണം. എന്നിട്ട് ആ ദേശത്തുള്ള മുഴുവൻ ജനം വന്നൊന്നല്ല അതിൻ്റെ അർത്ഥമാക്കുന്നത്. അത്യാവശ്യം ആളുകളെല്ലാം അവിടെ കടന്നു വന്നിട്ടുണ്ട്, അല്ലേ? ഇസ്രായേലിലെ മുഴുവൻ ജനവും കർമ്മേലി വന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ലേ പോലും. നല്ലൊരു പങ്ക് ജനവും അവിടെ കടന്നു വന്നിട്ടുണ്ട്. ഇന്നത്തെ കാലത്തെ പോലെ ഫ്ലൈറ്റൊന്നുമില്ല അങ്ങോട്ട് വരാനായിട്ട്. അപ്പോൾ ആളുകൾ കഴുതപ്പുറത്തും നടന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. അതിൻ്റേതായ സമയമെടുക്കും. എത്ര ദിവസം എടുത്തും നമുക്ക് പറയാൻ പറ്റില്ല. എത്രയോ ദിവസം എടുത്തു. അപ്പോൾ അങ്ങനെ ഈ ആളുകളെയൊക്കെ അവിടെ കൂട്ടിവരുത്തുന്ന കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞ് 21-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെയാണ് നമുക്ക് 2 വാക്ക് പറയാനുള്ളത്. 21-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അപ്പോൾ ഏലിയാവ് അടുത്ത് ചെന്ന് സർവ്വജനത്തോടും നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാൽ വയ്ക്കും. അതായത് 21-ാം വാക്യത്തിലേക്ക് വന്നപ്പോൾ ഇസ്രായേലിൽ അവിടുന്ന് ഇവിടുന്നൊക്കെ അറിഞ്ഞു കേട്ട് ജനമെല്ലാം കടന്നു വന്നിട്ടുണ്ട്. ആ കടന്നു വന്ന ജനത്തോട് ഏലിയാവ് പറയാണ്, നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാൽ വയ്ക്കും. യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിപ്പിൻ, ബാലെങ്കിലോ അവനെ അനുഗമിപ്പിൻ എന്ന് പറഞ്ഞു. എങ്ങനെയാ? യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിപ്പിൻ, ബാലെങ്കിലോ അവനെ അനുഗമിപ്പിൻ എന്ന് പറഞ്ഞു. എന്നാൽ ജനം അവനോട് ഉത്തരവൊന്നും പറഞ്ഞില്ല. അതെന്താ ഉത്തരം പറയാതിരുന്നേ? ജനമൊന്നുമേ ഉത്തരം പറഞ്ഞില്ലെന്ന്. നമ്മുടെ ഒരാഴ്ച മുമ്പുള്ള ആ ഒരു ഷോർട്ട് വീഡിയോയുടെ അടിയിൽ ഒത്തിരി കമൻസൊക്കെ വന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ഒരു കമൻറ്റ് മാത്രം ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു. അതായത് ഈ കാണുന്ന കമൻറ്റ് ഒരു ആലപ്പുഴക്കാരനായ ഒരു സഹോദരൻ, അദ്ദേഹം പാസ്റ്ററാണോ വിശ്വാസിയാണോ എന്നൊന്നും എനിക്കറിയില്ല, അദ്ദേഹത്തിൻ്റെ കമൻറ്റാണ്. അപ്പോൾ പുള്ളി പറയുന്നത്, ഈ പറയുന്നത് ശരിയല്ല, അതായത് നമ്മൾ പറയുന്നത് ശരിയല്ല, തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം തന്നെ യഥാർത്ഥ ദൈവമെന്ന് എല്ലാവരെയും കൊണ്ട് ഏലിയാവ് സമ്മതിപ്പിച്ചു. അങ്ങനെ സമ്മതിപ്പിച്ച് കഴിഞ്ഞാണ് ഏലിയാവ് യാഗപീഠമൊരുക്കി പ്രാർത്ഥിച്ചത്. പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് തീ ഇറങ്ങിയത്. അതെങ്ങനെ ദൈവകോപത്തിൻ്റെ തീ ആകുമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതായത് നമ്മളന്ന് പോസ്റ്റ് ചെയ്ത ചെറിയ വീഡിയോയുടെ അടിയിൽ വന്ന് പാസ്റ്റർമാരൊക്കെ ഇങ്ങനെ വന്ന് അവരുടേതായ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തി എന്ന് പറഞ്ഞല്ലോ. അവർക്കെല്ലാം കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജ് നമ്മൾ അയച്ചു കൊടുത്തു. അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ അയച്ചു കൊടുത്തു. ഒരൊറ്റ കുഞ്ഞു പോലും ഇതുവരെ ഒരു മറുപടി തന്നിട്ടില്ല. എന്തെങ്കിലും പറയണ്ടേ? അപ്പോൾ പ്രധാനപ്പെട്ട ചില ഉദ്ദേശിമാരുണ്ട്, അവരോടൊക്കെ നമ്മൾ ചോദിച്ചു, നിങ്ങളുടെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണം നമുക്ക് ഈ മെസ്സേജ് പബ്ലിഷ് ചെയ്യാൻ. നിങ്ങളത് സർട്ടിഫൈ ചെയ്യണം നിശ്ചയമായും. ദുരുപദേശമാണോ അല്ലയോ എന്നുള്ളതൊക്കെ നിങ്ങൾ പറയണം. നിങ്ങൾക്ക് അതിനുള്ള അതോറിറ്റി ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ആളുകൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. ഈ സഹോദരനും ഞാൻ അയച്ചു കൊടുത്തായിരുന്നു. ഈ ജോർജ് എന്ന് പറഞ്ഞ സഹോദരനും അയച്ചു കൊടുത്തു. ജോർജ് ബ്രദറെ കേട്ടിട്ട് കാര്യങ്ങളെ പറയണം കേട്ടോ എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു സഹോദരൻ്റെ കമൻറ്റ് മാത്രം നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവന്നു, നിങ്ങളുടെ മുമ്പാകെ മീൻസ് പബ്ലിക്കിൽ കൊണ്ടുവന്നു എന്നൊരു ചോദ്യമുണ്ട്. അതിൻ്റെ ഉത്തരം, ആ ജോർജ് എന്ന് പറയുന്ന സഹോദരൻ അതാണ് പെന്തിക്കോസ്ത്. ഞാൻ ഇന്നത്തെ പെന്തക്കോസ്തിലെ ബഹുഭൂരിപക്ഷം ജനത്തെയും ആ ജോർജിൽ കാണുകയാണ്. ജോർജ് എന്ന് പറയുന്നൊരു വ്യക്തിയല്ല, ഇന്ന് നമ്മുടെ ചുറ്റുമുള്ള പെന്തക്കോസ്ത് എന്ന് പറയുന്ന സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം പേരെയും റെപ്രസെൻ്റ് ചെയ്യുന്ന ആളാണ് ജോർജ്. ജോർജ് എന്താ പറഞ്ഞത്? അതായത് എല്ലാവരോടും കാര്യങ്ങളെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടല്ലേ ഏലിയാവ് ഈ പറഞ്ഞ തീയൊക്കെ ഇറക്കിയെന്ന്. എന്നാ പറഞ്ഞാൽ സമ്മതിപ്പിച്ചത്? 21-ാം വാക്യത്തിൽ എന്താ കണ്ടത്? അപ്പോൾ ഏലിയാവ് അടുത്ത് ചെന്ന് സർവ്വജനത്തോടും നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാൽ വയ്ക്കും. ജനത്തോടാ പറയുന്നത്. അവിടെ നമുക്ക് 3 കൂട്ടം ആൾക്കാരെ കാണാം. 1 ഇസ്രായേൽ ജനം, 2 ആഹാബ്, 3 ഏലിയാവ്. അതിൽ ഏലിയാവിനൊരു സ്റ്റാൻഡുണ്ട്, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ആഹാബിനൊരു സ്റ്റാൻഡുള്ളവനാ, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ ബാലിനെ സേവിക്കും. ഈ കേമന്മാരോ, യവന്മാരാണ് ഈ പെന്തിക്കോസ് എന്ന് പറയുന്നത്. ഇന്നത്തെ പെന്തിക്കോസ്ത് ലോകവും വേണം ദൈവവും വേണം, ലോകവും വേണം ദൈവവും വേണം. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കൊണ്ടുപോകുന്ന പുള്ളികളാണ് ഇന്നത്തെ പെന്തിക്കോസ്തും അതിലെ പാസ്റ്റേഴ്സും. സങ്കടപ്പെടരുത് കേട്ടോ ആരും. മേലാലി പ്രസംഗം കേൾക്കുന്നവരും സങ്കടപ്പെട്ടേക്കരുത്. ബഹുഭൂരിപക്ഷം പാസ്റ്റേഴ്സും അവരുടെ പ്രസംഗങ്ങൾ ശുശ്രൂഷകളും ഒക്കെ എടുത്ത് പഠിച്ചാൽ അതിനകത്തെല്ലാം ലോകത്തിൻ്റെ അംശമുണ്ടെന്നേ. ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകില്ലായിരിക്കാം, മനസ്സിലാകുന്ന ധാരാളം ദൈവദാസന്മാരിവിടെ ഉണ്ട്.
ലോകത്തിൻ്റെ അംശമാണ് പലയിടത്തും ഉള്ളത്. ആഹാബിൻ്റെ കാര്യം പറഞ്ഞു, പിന്നെ ഏലിയാവിൻ്റെ കാര്യം പറഞ്ഞു. അടുത്തത് ഇസ്രായേൽ ജനം, മൂന്നാമത് നമ്മൾ പറഞ്ഞു ഇസ്രായേൽ ജനം. ആ ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ച് അവർ ബാലിനെയും കൈവിടുന്നില്ല, യഹോവയും വേണം. ഇത് രണ്ടും കൂടി ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകുന്ന രീതിയിലാണ് അവരുടെ പോക്ക്. അതുകൊണ്ടാണ് ഏലിയാവ് ചോദിക്കുന്നത്, നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാല് വയ്ക്കും? അത് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്? നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാല് വയ്ക്കും? യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിപ്പിൻ, ബാലെങ്കിലും അവനെ അനുഗമിപ്പിൻ എന്ന് പറഞ്ഞു. എന്നാൽ ജനം അവനോട് ഉത്തരവൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഈ കാര്യം പറഞ്ഞപ്പോൾ ജനം ഉത്തരവൊന്നും പറഞ്ഞില്ല. അതെന്താ സഹോദരങ്ങളെ ഈ ജനം ഉത്തരം പറയാതിരുന്നത്? എല്ലാവരെയും കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിച്ചെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. അതിൻ്റെ വാക്യം ഏതാണെന്നറിയാവോ? 24-ാമത്തെ വാക്യം. 24-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ എങ്ങനെയാ? നിങ്ങൾ നിങ്ങളുടെ ദേവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പിൻ, ഞാൻ യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കാം. തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം തന്നെ ദൈവമെന്നിരിക്കട്ടെ. അതിന് ജനമെല്ലാം അത് നല്ല വാക്കെന്ന് പറഞ്ഞു. അതിന് ജനമെല്ലാം ആമേനെന്ന് പറഞ്ഞു. അതിന് ജനമെല്ലാം ആമേനെന്ന് പറഞ്ഞു. 21-ാം വാക്യത്തിൽ എന്താ കണ്ടത്? നിങ്ങൾ എത്രത്തോളം 2 തോണി കാല് വയ്ക്കും? യഹോവ തീ ഇറക്കിയാൽ യഹോവ ദൈവം, ബാല തീ ഇറക്കുന്നെങ്കിൽ ബാൽ ദൈവം. അവരന്നേരം ഒന്നും മിണ്ടിയില്ല. 24-ാം വാക്യത്തിൽ വന്നപ്പോൾ അവർ പറയാണ്, കൊള്ളാം, നല്ല നിർദ്ദേശമാണത്. ആരാണോ തീ ഇറക്കുന്നത് അവരെ നമുക്ക് ദൈവമായിട്ട് അംഗീകരിക്കാം. ഇപ്പോൾ ഈ ജോർജ് സഹോദരൻ എന്ന് പറയുന്ന എൻറ്റയർ പെന്തിക്കോസ്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് എന്താ പറഞ്ഞത്? ഏലിയാവ് പറഞ്ഞ് സമ്മതിപ്പിച്ചല്ലോ ജനത്തോട്. സമ്മതിപ്പിച്ചിട്ടല്ലേ തീ ഇറക്കിയെന്നാണ് ചോദിച്ചത്. എന്തോന്ന് സമ്മതിപ്പിച്ചെന്നാണ് നിങ്ങളീ പറയുന്നത്? അതായത് ഈ ബൈബിളൊന്നും ആരും പഠിക്കുന്നില്ല, ധ്യാനിക്കുന്നില്ല, ചുമ്മാ വായിച്ചു വിടുകയാണ് എല്ലാവരും. ഒരു ചർച്ചിൽ ഇതിൻ്റെ ഒന്നും ആഴങ്ങൾ പറഞ്ഞു കൊടുക്കുന്നില്ല. പല ശുശ്രൂഷകന്മാർക്കും ഈ ജനത്തെ ഒന്ന് ഇളക്കി മറിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പഴയ നിയമ ഭാഗങ്ങളിലേക്കൊക്കെ വരുന്നത്. അവിടുത്തെ മെറ്റീരിയൽ ബ്ലെസ്സിങ് ഒക്കെ പറഞ്ഞ് ആളുകളെ കോരിത്തിരിപ്പിക്കാം. എന്നാൽ ഈ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി അതൊരു പുതിയ നിയമ വീക്ഷണത്തിൽ വിശുദ്ധന്മാരെ പഠിപ്പിച്ചെടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ആഴങ്ങൾ വെളിപ്പെടുന്നത്. ആ വാക്യത്തിൻ്റെയൊക്കെ ഡെപ്ത് എന്തെന്നാണ് വിചാരിച്ചത്? ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഭാവന കാണണം. അബ്രഹാമിൻ്റെ കൊച്ചുമക്കൾ ദീർഘകാലം മിസ്രൈമിൽ അടിമത്തത്തിൽ കടന്നു. നീട്ടിയ ഭുജത്താലും വീര്യമുള്ള കരത്താലും ആ അടിമനുഖം തകർത്തുകൊണ്ട് അവരെ വിടുവിച്ചു. ചെങ്കടലും കടത്തി മരുഭൂമിയിലൂടെ തോളത്ത് ചുമന്നുകൊണ്ട് വന്നു. അങ്ങനെ വാഗ്ദത്ത ഭൂമിയിലേക്ക് അവരെ കൊണ്ടുവന്നു. എങ്ങനെയാ? പാലും തേനും ഒഴുകുന്ന അനുഭവത്തിലേക്ക്. പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭം എന്നുള്ള നിലയിലല്ലേ കൊണ്ടുവന്നത്. അവരുടെ പിതാക്കന്മാരെ അത്യത്ഭുതകരമായി നടത്തിക്കൊണ്ടുവന്നു. ഇപ്പോൾ കാലങ്ങൾ കുറച്ച് മുന്നോട്ട് പോയി. ആ മുന്നോട്ട് പോയ കാലം വന്നപ്പോൾ ദൈവത്തിൻ്റെ ദാസൻ ഏലിയാവ് അവരോട് പറയാണ്, ബാൽ തീയിറക്കിയാൽ അവൻ ദൈവം, യഹോവ തീയിറക്കിയാൽ അവൻ ദൈവം എന്ന നിലയിലാണ് ഏലിയാവ് പറയുന്നത്. അപ്പോൾ അതിനവർ സമ്മതിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ. ബാല് തീ ഇറങ്ങില്ലേ? ബാല് തീ ഇറക്കിയാൽ തീ ഇറങ്ങില്ലെന്ന്. ബാലിന് തീ ഇറക്കാൻ കഴിയില്ലേ? ബാല് വിചാരിച്ചാലും തീ ഇറക്കാൻ കഴിയും. ഇവിടെ കർമ്മേലിൽ ദൈവം അനുവദിച്ചില്ല. അതുകൊണ്ട് തീ ഇറങ്ങിയില്ല, അത്ര തന്നെ. എന്നാൽ ബാല് വിചാരിച്ചാലും, എന്നുവെച്ചാൽ അതിൻ്റെ പുറകെ നിൽക്കുന്നത് സൈറ്റാനല്ലേ. ഇയ്യോബിൻ്റെ പുസ്തകത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തീ ഇറങ്ങോ ഇല്ലയോ? 1-ാമത്തെ അധ്യായത്തിൽ തന്നെ തീ ഇറങ്ങോ ഇല്ലയോ? പഴയ നിയമത്തിലെ ഒരു ചാപ്റ്ററാണ് ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം. അതിനകത്ത് തീ ഇറങ്ങിയിട്ടുണ്ടോ ഇല്ലയോ? പോയി പിന്നീട് നിങ്ങൾ വായിച്ചോളുക. ഇനി അത് കഴിഞ്ഞിട്ട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വെളിപ്പാട് ദിവസം 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആകാശത്ത് നിന്ന് തീ ഇറങ്ങുമോ ഇല്ലയോ? ബൈബിൾ പഠിക്കുന്ന ഇങ്ങനെയൊക്കെയാണ്. ആകാശത്ത് നിന്ന് എന്ത് ഇറങ്ങും? തീ ഇറങ്ങും. അപ്പോൾ തീ ബാലിറക്കി കഴിഞ്ഞാൽ ബാല് ദൈവമാണെന്ന് പറയുന്നത് ഈ കിഴങ്ങന്മാരെ യുവമാരെ എന്നതാ വിളിക്കേണ്ടത് നമ്മൾ? ഇവരുടെ അപ്പനായ അബ്രഹാമിൻ്റെ, ഇസഹാക്കിൻ്റെ, യാക്കോബിൻ്റെ മുമ്പിൽ നിന്ന് ഇവർക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? ആടിച്ച് കരണക്കല്ല് പോയിക്കില്ലേ അവർ? കാരണം അവരനുഭവിച്ച അനുഭവങ്ങൾ, ദൈവത്തോടു കൂടെ നടന്നത്, അത്യത്ഭുതകരമായി അവരെ നടത്തിയത്, ദൈവത്തിൻ്റെ സ്നേഹം ആവോളം അനുഭവിച്ചത്, അതൊക്കെ ഓർത്താൽ അവരുടെ കൊച്ചുമക്കളെ പറയുന്നത് ബാല് തീ ഇറക്കുകയാണെങ്കിൽ ഞങ്ങൾ ദൈവമായിട്ട് കൂട്ടിയേക്കാന്ന്. തിരക്കേടില്ല. നമ്മളോട് സകല ബന്ധുക്കോസുകാരും വന്ന് പറയുന്നത് എന്താണെന്നറിയാവോ? കൊട്ടാരക്കരയിലെ പുള്ളി പ്രാർത്ഥിച്ചാൽ അത്ഭുതം നടക്കുമെന്നാണ് പറയുന്നത്. കോട്ടയത്തെ പുള്ളി, എടാ ഊവേ, അത് ഏത് ആത്മാവിലാണ് അവൻ പ്രാർത്ഥിക്കുന്നത്?
ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് അവൻ ആഫ്രിക്കക്കാരൻ്റെ കൂടെ പോയി തുള്ളുന്ന നീ കണ്ടിട്ടുണ്ടോ? ബെന്നിഗിൻ്റെ കൂടെ പോയി തുള്ളുന്ന കണ്ടിട്ടുണ്ടോ? ബെന്നിഗൻ അത് കഴിഞ്ഞിട്ട് കന്യാസ്ത്രീ മഠത്തിലേക്കാണ് പോകുന്നത്. അവിടുത്തെ കുർബാനയിൽ പങ്കെടുത്ത് കത്തോലിക്കിൻ്റെ കുർബാന സ്വീകരിച്ചിട്ടാണ് ബെന്നിഗൻ വരുന്നത്. ഇതെന്താ കൂട്ടി വായിക്കാത്തത് നിങ്ങൾ? ബാല് വിചാരിച്ചാലും അത്യാവശ്യം ചെറിയ തീയൊക്കെ വേണേൽ ഇറക്കാം. ഇവിടെ സ്വർഗം അത് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. തീ ഇറക്കൽ പരിപാടി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. തൽക്കാലം നടപടിയില്ല, തീ ഇറക്കാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. എന്നാൽ ചരിത്രത്തിൽ തീ ഇറക്കിയിട്ടുണ്ട്, ഇനി ഇറക്കും. കുറച്ചുകൂടെ പോകുമ്പോൾ തീ ഇറങ്ങും. അപ്പോൾ ഇവർ പറയാണ്, ആര് തീ ഇറക്കുന്നോ അവർ ദൈവം ആയിക്കോട്ടെ എന്ന്. ആര് തീ ഇറക്കുന്നോ അവർ ദൈവം. ദൈവം നടത്തിയ വിധങ്ങൾ ഓർത്തു നോക്കി. അവരെ വിടുവിച്ചു കൊണ്ടുവന്ന് ഈ ദേശം അവർക്ക് അവകാശമായി കൊടുത്തില്ലേ? ആ ദേശത്ത് അവർ കുടികിടപ്പുകാരെന്നാണ് നമ്മൾ വായിക്കുന്നത്. ലേവ്യ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് എന്തെന്നാ? ദേശം എനിക്കുള്ളതെന്ന്. ലേവ്യ പുസ്തകം 25-ാം അധ്യായം തുറന്നേ. ലെവിറ്റിക്സ് ചാപ്റ്റർ 25 വേഴ്സ് 23. ലേവ്യ പുസ്തകം 25-23 ഒന്ന് വായിച്ചേ. നിലം ജന്മം വിൽക്കരുത്, ദേശം എനിക്കുള്ളതാകുന്നു. നിങ്ങൾ എന്റെ അടുക്കൽ പരദേശികളും വന്നു പാർക്കുന്നവരും അത്രേ. അതിൻ്റെ ചുരുക്കെഴുത്താണ് ഞാൻ പറഞ്ഞത്. നിങ്ങളിവിടെ കുടികിടപ്പുകാർ മാത്രമാണ്. ഈ ദേശം എൻ്റേതാണ്. അതുകൊണ്ടാണ് യോവേലിൻ്റെ പുസ്തകത്തിലും വേറെ ചില പ്രവചനത്തിലൊക്കെ വരുമ്പോൾ എൻ്റെ ദേശം, എൻ്റെ ഭൂമി എന്നൊക്കെ പറയും. മൈ ലാൻഡ് എന്നൊക്കെയാണ് പറയുന്നത്. എൻ്റെ ദേശം, ഇത് എൻ്റെ ദേശമാണ്. അവിടെ നിങ്ങൾ കുടികിടപ്പുകാരാണ്. ഈ നിലം ജന്മം വിൽക്കരുത്, അതായത് കൈമാറ്റം ചെയ്യാനായിട്ട് അനുവാദമില്ലെന്നേ. ഓരോരോ ഗോത്രക്കാർക്ക് കൊടുത്തിരിക്കുന്നത് അതിൽ അവർ ജീവിച്ച് മുന്നോട്ട് പോവുക. അത് വിൽക്കാനോ മറ്റു കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനോ ദൈവം അനുവദിക്കുന്നില്ല. ഈ പറയപ്പെട്ട സ്ഥലത്തിൻ്റെ ഉടമസ്ഥനാരാ? യഹോവയായ ദൈവമാണ്. ആ ദേശത്ത് വന്ന് പാർക്കാനും അവിടെ ജീവിക്കാനും അതിൻ്റെ നന്മ അനുഭവിക്കുവാനും ഒക്കെ ആയിട്ട് ഇസ്രായേലിന് ദൈവം അവസരം കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ അവിടെ പാർത്തുകൊണ്ട് ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ച് മുൻപോട്ട് പോകേണ്ടവരാണ്. പക്ഷേ ഇപ്പോൾ അവർ ചിന്തിക്കുകയാണ് മഞ്ഞും മഴയൊക്കെ പെയ്യ്ക്കുന്നത് ബാലാന്ന്. നിങ്ങൾ എങ്ങനെ ഇങ്ങനെയായിപ്പോയി എന്ന് വെച്ചാൽ ഇസബേൽ അങ്ങനെ ആക്കിയെടുത്തു. കഴിഞ്ഞൊരു 30-35 വർഷം പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ അന്നുള്ള പെന്തിക്കോസുകാർ ആരെങ്കിലും ഇപ്പോൾ അവരൊന്ന് ഭൂമിയിലേക്ക് വരാൻ അവസരം കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഹൃദയസ്തംഭനം ഉണ്ടായി അവർ പെട്ടെന്ന് തിരിച്ചു പോവും. അല്ലെങ്കിൽ അവർ പറയുകയാണ് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഒരു AK-47 തരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നുള്ള എല്ലാ പെന്തിക്കോസുകാരെയും അവർ കൈകാര്യം ചെയ്യും. കാരണം എന്നാ? ഇസബേലിനാൽ ഇസ്രായേൽ വശീകരിക്കപ്പെട്ട് തലതിരിഞ്ഞ രീതിയിലേക്ക് പോയതുപോലെയാണ് ഈ കാലഘട്ടത്തിലെ ശുശ്രൂഷകർ ജനത്തെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞു. വെറും ലോകസ്നേഹികളാക്കി മാറ്റി. നിർമ്മലമായ സുവിശേഷം എത്രയിടത്ത് പ്രസംഗിക്കുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ കൺവെൻഷൻ വേദിയിലെ പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ട് സങ്കടം തോന്നുകയാണ്. ജനം വചനം കേൾക്കാനല്ലേ വരുന്നത്? അവരെ വചനത്തിലൂടെ നടത്തണ്ടേ? ഉപദേശ വിഷയങ്ങളല്ലേ വെളിപ്പെടേണ്ടത്? കാലഘട്ടത്തിലെ വെല്ലുവിളികളല്ലേ അവരുടെ മുമ്പിൽ കൊണ്ടുവരേണ്ടത്? അതിന് പകരം നമുക്ക് 10 MLA-മാരും MP വേണമെന്നൊക്കെയാണോ പറയേണ്ടത്? അതുപോലെയുള്ള പല കാര്യങ്ങളും ഓരോരോ ശുശ്രൂഷകന്മാർ ഓരോരോ ഇടങ്ങളിൽ അവരുടെ പ്രസംഗങ്ങളിലൊക്കെ കൊണ്ടുവരുന്ന കാര്യങ്ങൾ ജനത്തെ ദൈവത്തോട് അടുപ്പിക്കുന്ന കാര്യങ്ങളല്ല, ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയാണ്. അപ്പോൾ ഈ ബുദ്ധിമാന്മാരായ പ്രഭാഷകന്മാരും അതുപോലെ വിശ്വാസികളും ഉണ്ടല്ലോ, അവരെല്ലാം പറയുന്നത് പ്രായോഗികമായി ഇവിടെ ജീവിക്കണമെങ്കിൽ ഇങ്ങനെ പല കാര്യങ്ങളും വേണമെന്നാണ് പറയുന്നത്. പ്രായോഗികത കൂടുതലല്ല എല്ലാവർക്കും. നമുക്കിത്തിരി പ്രായോഗികത കുറവാണ്. ഏലിയാവിനും വലിയ പ്രായോഗികത ഇല്ലെന്ന് എനിക്ക് തോന്നണേ. ശരിക്കും ആഹാബൊക്കെ ആയിട്ട് ഒട്ടിച്ചേർന്ന് നിന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏലിയാവിന് അവിടെ ഒരു ഇടതുവശത്തോ വലതുവശത്തോ ഒരു കസേരയൊക്കെ കിട്ടിയാൽ യഹോവയുടെ അഭിഷിക്തൻ എന്നുള്ള ആ ഒരു പേരിലേക്ക് അവിടെ ഇരിക്കാമായിരുന്നു. ഏലിയാവ് അതിനൊന്നും വലിയ ഗൗരവം കൊടുക്കുന്നില്ല. ദൈവത്തിൻ്റെ ഇഷ്ടമാണ് താൻ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുൻപോട്ട് പോകുന്നത്. അതായത് ശരിയായ വേലയ്ക്ക് വിളിയുള്ള ആത്മഭാരമുള്ള ദൈവദാസന്മാരൊന്നും ഉപദേശത്തിലൊന്നും കോംപ്രമൈസ് ചെയ്യില്ല. കഴുത്ത് പോയി എന്ന് പറഞ്ഞാൽ കോംപ്രമൈസ് ചെയ്യില്ല. 1 ഇഞ്ച് അഴയില്ല. അവരതിനു വേണ്ടി ധീരമായി നിൽക്കും. അവിടെ ലാഭങ്ങളൊന്നുമില്ല. നഷ്ടങ്ങളാണെങ്കിൽ നഷ്ടങ്ങൾ, അതൊന്നും വിഷയമല്ല. അവർ ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കും. അവർ ഉപദേശത്തിന് വേണ്ടി ശക്തമായി നിലകൊള്ളും. നമ്മളിതൊക്കെ പഠിക്കുമ്പോൾ അതാ മനസ്സിലാക്കുന്നത്, ഏലിയാവിൻ്റെയൊക്കെ കാര്യം പഠിക്കുമ്പോൾ. എനിവേ, ആ സഹോദരൻ്റെ കമൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്താ പറഞ്ഞു കൊണ്ടുവന്നത്?
ഇന്നുള്ള ആളുകൾ ഇത് വായിക്കുമ്പോൾ എന്താ ചിന്തിക്കുന്നത്? ഏലിയാവ് പറഞ്ഞ കാര്യങ്ങൾ അവർ സമ്മതിച്ചു. അത് സമ്മതിച്ചതിന് ശേഷമാണല്ലോ ഏലിയാവ് പിന്നെ യാഗപീഠം ഒരുക്കി പിന്നെ അവിടെ യാഗം നടത്താനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. അങ്ങനെയാണ് ഈ ആളുകൾ ചിന്തിക്കുന്നത്. പക്ഷെ ഇവിടെ തന്നെ പാളി എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. ഇസ്രായേൽ ജനത്തിൻ്റെ മനോനില എന്താണെന്ന് നിങ്ങളെ കാണിക്കാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അതായത് 24-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. അവിടെ വായിക്കുന്നത് 24-ാം വാക്യത്തിൽ നമ്മൾ കണ്ടത്, നിങ്ങൾ നിങ്ങളുടെ ദേവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പീൻ, ഞാൻ യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കാം. തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം തന്നെ ദൈവമെന്ന് ഇരിക്കട്ടെ. അതിന് ജനമെല്ലാം, അടുത്ത വാക്ക് ശ്രദ്ധിക്കണം, അതിന് ജനമെല്ലാം, കുറച്ച് പേരല്ല, അതിന് ജനമെല്ലാം അത് നല്ല വാക്കെന്ന് ഉത്തരം പറഞ്ഞു. ഇപ്പോൾ ഏലിയാവിൻ്റെ കൂടെ ആരാ ഉള്ളത്? തൻ്റെ സഹായിയായ ഒരു ബാല്യക്കാരനുണ്ട് കൂടെ. അല്ലാതെ വേറൊരു മനുഷ്യ കുഞ്ഞ് ഏലിയാവിൻ്റെ കൂടെ നിൽക്കാനില്ല. ഈ വാക്യത്തിൽ നിന്ന് നിങ്ങൾ അതല്ലേ പഠിക്കുന്നത്? ഇവിടെ കൂടിയിരിക്കുന്ന ഈ ജനമെല്ലാം ഏലിയാവിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവരാണോ ഈ വാക്യപ്രകാരം? ഒരൊറ്റ കുഞ്ഞു പോലുമില്ല. ഇതൊക്കെ വായിക്കുമ്പോഴാണ് ഞാൻ എന്നെ തന്നെ ബലപ്പെടുത്തുന്നത്. ഉപദേശി, നീ പ്രസംഗിച്ചോ, നിനക്ക് ദൈവം തന്നിട്ടുള്ള കാലം അത്രയും പ്രസംഗിച്ചോ, ഉപദേശത്തിന് വേണ്ടി നിന്നോ. ആര് കേട്ടോ കേട്ടില്ലയോ, ആര് ഏറ്റെടുത്തോ ഏറ്റെടുത്തില്ലയോ, ആര് ഗവനിച്ചോ ഗവനിച്ചില്ലയോ, അതൊന്നും നമ്മുടെ സബ്ജക്റ്റ് അല്ലെന്നേ. അത് നമ്മുടെ സബ്ജക്റ്റ് അല്ല. ഏറ്റെടുത്ത് അവരവർക്കും കൊള്ളാം, ഏറ്റെടുത്ത് അവരവർക്കും കൊള്ളാം. ഒരിക്കലെങ്കിലും നമ്മുടെ ഈ മീറ്റിങ്ങിനകത്തൊക്കെ വന്നിട്ട് പോയിട്ടുള്ളവർ അവരുടെ കട്ടകാലമാണ്. കാരണം ഇവിടെ കൃത്യമായി ഉപദേശമാണ് നമ്മൾ സ്ഥാപിക്കുന്നത്. കഴിഞ്ഞ ദീർഘവർഷങ്ങളായിട്ട് ഉപദേശം സ്ഥാപിക്കുന്നൊരു പ്ലാറ്റ്ഫോമാണിത്. പെന്തക്കോസ്തിൻ്റെ യഥാർത്ഥ ഉപദേശമാണ് നമ്മളിവിടെ പറയുന്നത്. പെന്തക്കോസ്റ്റ് മീൻസ് ദൈവസഭയുടെ അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതും പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്നതുമായ ഉപദേശങ്ങളാണ് നമ്മൾ പറയുന്നത്. വളരെ കൃത്യമായിട്ടല്ലേ പറയുന്നത്. ജനമെല്ലാം പറയുകയാണ് അത് നല്ല വാക്കെന്ന്. അത് നല്ല വാക്കല്ലെന്നേ, ശുദ്ധ വിഡ്ഢിത്തം. അതെങ്ങനെ നല്ല വാക്കാവും? ബാല് തീ ഇറക്കി കഴിഞ്ഞാൽ ബാൽ എങ്ങനെ സൃഷ്ടാവാകും? ബാലാണോ നിങ്ങളുടെ സൃഷ്ടാവ്? ബാലാണോ നിങ്ങളെ ഇത്രയും കാലം നടത്തിയത്? നിങ്ങളുടെ പിതാക്കന്മാരെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന ബാലാണോ? അതിൻ്റെ തലച്ചോറ് വർക്ക് ചെയ്യുന്നില്ലേ? നോക്കണം, നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം, എന്നല്ലേ എങ്കിലേ മനസ്സിലാകുകയുള്ളൂ. ഓ, നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം, എങ്കിലേ ഈ കാര്യം മനസ്സിലാകുകയുള്ളൂ. ഇവരുടെ തലച്ചോറ് എന്താ വർക്ക് ചെയ്യുന്നില്ലേ? ബാൽ തീ ഇറക്കി കഴിഞ്ഞാൽ ദൈവം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ആരാ? സൃഷ്ടാവാണ്, പരിപാലകനാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ സൃഷ്ടാവും പരിപാലകനും ബാലാണോ? തീ ഇറക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് ദൈവമാകുന്നേ? അല്ല, മറ്റേ ആ പാസ്റ്റർ ഇന്ന പുള്ളിക്കാരൻ പ്രാർത്ഥിച്ചപ്പോൾ വിടുതലുണ്ടായി, രോഗം മാറി, പിന്നെ കടഭാരം മാറി, അതുകൊണ്ട് അവൻ ദൈവത്തിൻ്റെ ദാസനാകുന്നത് എങ്ങനെയാന്നേ? അവൻ ദൈവത്തിൻ്റെ ദാസനല്ലെന്നല്ലേ തർപ്പിച്ച് പറയുന്നത്? അവൻ ദൈവത്തിൻ്റെ ദാസനാണെങ്കിൽ ഈ പുസ്തകത്തെ അതുപോലെ തന്നെ അംഗീകരിക്കും. തനിക്ക് ബോധിച്ച ഭാഗത്ത് നിന്ന് വചനങ്ങളെ അടർത്തിയെടുത്തുകൊണ്ട് വന്ന് പ്രസംഗിക്കുകയല്ല ചെയ്യുന്നത്. ദൈവത്തിൻ്റെ ദാസനാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ അനുസരിച്ച് കൃത്യമായി ഉപദേശം സ്ഥാപിക്കും. അതായത് ഒരു പുതിയ നിയമ ശുശ്രൂഷകൻ്റെ ശുശ്രൂഷ നമ്മൾ സൂക്ഷ്മമായി വിലയിരുത്തുമ്പോൾ അവൻ്റെ ശുശ്രൂഷയിലൂടെ ജനം ലോകത്തുനിന്ന് വേർപെട്ട് ഓരോ നിമിഷങ്ങളിലും നിത്യതയോട് അടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയല്ലെങ്കിൽ അവനെ ദൈവം അയച്ചിട്ടില്ല. ഇതിങ്ങനെയല്ലാതെ എങ്ങനെ പറയും ഞാൻ? അവനെ ദൈവം അയച്ചിട്ടില്ല. അവൻ എത്ര ചോക്ലേറ്റ് ഉപദേശിയാണെങ്കിലും, അവൻ എത്ര സുന്ദരക്കുട്ടപ്പനാണെങ്കിലും, ഇവിടുത്തെ പെന്തിക്കോസിലെ ഉപദേശിമാരെല്ലാം അവൻ്റെ അടുക്കൽ ചെന്ന് കൂട്ടായ്മ ആചരിക്കുന്നുണ്ടെങ്കിലും അവനെ നടത്തുന്നത് പരിശുദ്ധാത്മാവല്ല. കുറിച്ചു വെക്കണം. വചനം മുമ്പിൽ വെച്ചുകൊണ്ടേ ഈ പറയുന്നത്. ഇവരെ ഒന്നും നടത്തുന്നത് പരിശുദ്ധാത്മാവല്ല. ചില ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ 1-2 പിക്ചർ കാണിച്ചു. അതായത് കിനോ എന്ന് പറയുന്ന ആ സാധനം, ഓറഞ്ച് പോലെ ഇരിക്കുന്ന, അതും നാഗ്പൂർ ഓറഞ്ചിൻ്റെ രണ്ടിൻ്റെ പിക്ചർ കാണിച്ചു. അത് നമ്മളുടെ പരിചയത്തിലൊക്കെയുള്ള ഒത്തിരി ആളുകളുടെ ഇടയിൽ അത് ചർച്ചയായിട്ടുണ്ട്. എന്നോട് ചിലർ പറഞ്ഞു, അന്ന് ആ കാണിച്ച ആ മെസ്സേജിലെ ആ പിക്ചറൊക്കെ ഞങ്ങളുടെ വീട്ടിലും ഞങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിച്ചു.
രണ്ടും കണ്ട ഒരുപോലെ ഇരിക്കും. സൂക്ഷിച്ച് നോക്കിയാലേ മനസ്സിലാകുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ഉപദേഷ്ടാക്കന്മാരും വ്യാജ ഉപദേഷ്ടാക്കന്മാരും അഥവാ ദുരുപദേഷ്ടാക്കന്മാരും കണ്ട ഒരുപോലെ ഇരിക്കും. വെളിച്ചദൂതൻ്റെ വേഷത്തിലായിരിക്കും വരുന്നത്. രണ്ട് കൂട്ടരും അന്യഭാഷ പറയും. രണ്ടും വെള്ളയായിരിക്കും ഇട്ടിരിക്കുന്നത്. രണ്ടിനും താടി കാണും, ചിലപ്പോൾ രണ്ടിനും മീശ കാണില്ല. എല്ലാം ഒരുപോലെ ഇരിക്കും. അതിൽ നിന്ന് നമ്മൾ നെല്ലും പതിരും വേർതിരിച്ചെടുക്കണം. ഇവിടെ നോക്കുക, 450 പ്രവാചകന്മാർ ബാലിൻ്റെയും പിന്നെ 400 പ്രവാചകന്മാർ അശേരയുടെയും. അവരെയൊക്കെ കാണുമ്പോൾ ഈ ജനത്തിന് എന്താ തോന്നുന്നതെന്നറിയാവോ? യഹോവയുടെ അഭിഷിക്തന്മാരായിട്ടാണ് ഈ ജനത്തിന് തോന്നുന്നത്. എന്തൊരു ദുരന്തമാണെന്ന് ഓർത്തു നോക്കി. ഇസ്രായേൽ ജനം, അവർക്ക് ബാലിൻ്റെ പ്രവാചകൻ ഏതാ അശേരയുടെ ഏതാ ഒന്നും തിരിച്ചറിയാൻ കഴിയുന്നില്ല. ആ കൂട്ടത്തിലൊരാളെ പോലെയാണ് ഏലിയാവിനെയും കൂട്ടുന്നത്. ഇച്ചിരി നേരം കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ രംഗം മാറും, അത് വേറെ വിഷയം. ഇതുവരെയുള്ള കാര്യം ഞാൻ പറഞ്ഞേ. ഇതുവരെയുള്ള രംഗം വെച്ച് ആ ജനം ചിന്തിക്കുന്നത് എന്താ? അവിടെ ഒരു 450, ഇവിടെ ഒരു 400, ഇവിടെ ഒരുത്തൻ വന്നിട്ടുണ്ട്. അത്രയൊക്കെ അവർ കൂട്ടുന്നുള്ളൂ. ഈ വന്നിരിക്കുന്ന ആരാന്ന് അവർ തിരിച്ചറിയുന്നില്ലെന്നേ. തിരിച്ചറിഞ്ഞായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി അങ്ങനെ പറയുമോ അത് കൊള്ളാമെന്ന്? അതെങ്ങനെ കൊള്ളും? അത് കൊള്ളാവുന്ന കാര്യമല്ല. യിരെമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം 8-ാം വാക്യം ഒന്ന് വായിച്ചേ. ജെറമ്യാ ചാപ്റ്റർ 2:8. യഹോവ എവിടെയെന്ന് പുരോഹിതന്മാർ അന്വേഷിച്ചില്ല, ന്യായപ്രമാണജ്ഞന്മാർ എന്നെ അറിഞ്ഞില്ല. ഇടയന്മാർ എന്നോട് അതിക്രമം ചെയ്തു, പ്രവാചകന്മാർ ബാൽ മുഖാന്തരം പ്രവചിച്ചു, പ്രയോജനമില്ലാത്തവയോട് ചേർന്ന് നടന്നു. ഇപ്പോൾ വായിച്ചത് യിരെമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. ഇത് തെക്കേ ദേശത്തെ അഥവാ യഹൂദയിലെ പ്രവാചകനായ യിരെമ്യാവിൻ്റെ കാലത്ത് നടന്ന കാര്യങ്ങളാണ്. അപ്പോൾ യിരെമ്യാവ് തൻ്റെ പ്രവചന ശുശ്രൂഷ ആരംഭിക്കുന്ന സമയത്ത്, ആ സമയത്ത് ഈ വടക്കേ ദേശത്തെ ആ കാറ്റ് തെക്കേ ദേശത്തേക്കും അടിച്ചു തുടങ്ങിയായിരുന്നു. വടക്കേ ദേശത്താണ് ബാല് പിടിമുറുക്കിയിരിക്കുന്നത്. അവിടെ നിന്നത് തെക്കേ ദേശത്തേക്കും കൂടെ കുറച്ചൊക്കെ ദൈവഭയത്തിൽ നടക്കുന്ന ആൾക്കാർ അവിടെ ഉണ്ട് തെക്കേ ദേശത്ത്. അവരുടെ നടുവിലേക്കും ഇതിൻ്റെ കാറ്റടിച്ചിട്ടുണ്ട്. അതിൻ്റെ തെളിവാണ് ഇപ്പോൾ വായിച്ചത്. പ്രവാചകന്മാർ ബാൽ മുഖാന്തരം പ്രവചിച്ചു, പ്രയോജനമില്ലാത്തവയോട് ചേർന്ന് കടന്നു. പ്രവാചകന്മാർ ബാൽ മുഖാന്തരം പ്രവചിച്ചെന്ന് എൻ്റെ ജനത്തിനും അത് ഇഷ്ടമാകുന്നു എന്നാണ് 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യിരെമ്യാവ് പറയുന്നത്. പ്രവാചകന്മാർ ബാൽ മുഖാന്തരമാണ് പ്രവചിക്കുന്നത്. പെട്ടെന്ന് കേട്ടാൽ ഒന്നും മനസ്സിലാകില്ല. നല്ല കാര്യങ്ങളാണ് പറയുന്നത്. മോളുടെ കാര്യം പറഞ്ഞായിരുന്നു, അവളുടെ കല്യാണം അടുത്ത മാസം നടക്കുമെന്ന്. അതുകൊണ്ട് അവൻ ദൈവത്തിൻ്റെ ദാസനല്ലെന്നേ. ദൈവത്തിൻ്റെ ദാസനാണെങ്കിൽ അവൻ നിന്നെ ദൈവത്തോട് അടുപ്പിക്കും. അവൻ്റെ ഫാൻസ് അസോസിയേഷനിൽ നിന്നെ അംഗമാക്കുകയല്ല ചെയ്യുന്നത്, നിന്നെ ദൈവത്തോട് അടുപ്പിക്കും. നിൻ്റെ ഉള്ളിൽ ആ നിത്യതയുടെ ആ ഒരു ബോധ്യം തരും. നിൻ്റെ പ്രത്യാശ വർദ്ധിക്കും, അല്ലേ? നിൻ്റെ പ്രത്യാശ വർദ്ധിക്കും. ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല നടക്കുന്നത്. കാര്യങ്ങൾ അങ്ങനെയൊന്നുമല്ല മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും 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 പറയുന്നത്, കർമ്മേലിലെ തീ ആ സബ്ജക്റ്റെങ്കിലും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ ഇങ്ങനെ പറയണ്ടേ സഹോദരങ്ങളെ? ഈ ജനം വഞ്ചിക്കപ്പെടുകയാണ് വ്യാജന്മാരുടെ ശുശ്രൂഷകളാൽ. അതിൻ്റെ തെളിവ് ഇപ്പോൾ വായിച്ചത്. പ്രവാചകന്മാർ ബാൽ മുഖാന്തരം പ്രവചിക്കുന്നു. ജനത്തിന് അതൊരു വിഷയമല്ലെന്നേ. അവർ പറയുന്നത് പ്രവചിക്കുന്നുണ്ടല്ലോ എന്നാണ് പറയുന്നത്. വെറുതെ ഇരിക്കുകയല്ലല്ലോ, പ്രവചിക്കുന്നില്ലെന്ന് അവർ ചിന്തിക്കുന്നത്. നമ്മൾ വളരെ സീരിയസ് ആയി കണ്ടൊരു കാര്യമാണ് 21-ാം വാക്യത്തിലെ 24-ാം വാക്യത്തിലെ കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ 25-ാം വാക്യം ഒന്ന് വായിക്കുകയാണ്. പിന്നെ ഏലിയാവ് ബാലിൻ്റെ പ്രവാചകന്മാരോട്, നിങ്ങൾ ഒരു കാളയെ തിരഞ്ഞെടുത്ത് ആദ്യം ഒരുക്കിക്കൊള്ളുവിൻ, നിങ്ങൾ അധികം പേരുണ്ടല്ലോ, എന്നിട്ട് തീയിടാതെ നിങ്ങളുടെ ദേവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പിനെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ ചാൻസ് ആർക്കാണ് കൊടുക്കുന്നത്? കള്ളപ്രവാചകന്മാർക്കാണ് ആദ്യത്തെ ചാൻസ് കൊടുക്കുന്നത്. അത് തന്നെയല്ല, നമ്മൾ താഴേക്ക് വായിക്കുമ്പോൾ കാണുന്നത്, അവർ ഉച്ചവരെ ഭയങ്കര ശബ്ദം മുഴക്കി, ഭയങ്കര പരിപാടികളായിരുന്നു ഉച്ചവരെ. അപ്പോൾ കൂടുതൽ സമയം അവർക്കാണ് കൊടുത്തത്. പക്ഷേ ഏലിയാവിനെ സംബന്ധിച്ച് ഏലിയാവിന് ഒത്തിരി സമയം വേണ്ടി വന്നില്ല. ഏലിയാവ് ഒരു ചെറിയ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയോടുകൂടി കാര്യത്തിൻ്റെ പരിസമാപ്തി വന്നു. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് 25-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ എന്താ പറഞ്ഞത്? പിന്നെ ഏലിയാവ് ബാലിൻ്റെ പ്രവാചകന്മാരോട്, നിങ്ങളൊരു കാളയെ തിരഞ്ഞെടുത്ത് ആദ്യം ഒരുക്കിക്കൊള്ളുവിൻ, നിങ്ങൾ അധികം പേരുണ്ടല്ലോ, എന്നിട്ട് തീയിടാതെ നിങ്ങളുടെ ദേവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പിനെന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് കൊടുത്ത കാളയെ അവർ എടുത്ത് ഒരുക്കി, ബാലെ ഉത്തരമരുളണമേ എന്ന് രാവിലെ തുടങ്ങി ഉച്ചവരെ ബാലിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചു. ഒരു ശബ്ദമോ ഉത്തരമോ ഉണ്ടായില്ല.
തങ്ങൾ ഉണ്ടാക്കിയ ബലിപീഠത്തിന് ചുറ്റും അവർ തുള്ളിച്ചാടിക്കൊണ്ടിരുന്നു. ഒത്തിരി സ്ഥലങ്ങളിലെ ആളുകൾ തുള്ളിച്ചാടുന്നുണ്ട്. തുള്ളിച്ചാടുന്നത് കാണുമ്പോൾ നമ്മളെന്താ വിചാരിക്കുന്നത്? ഭയങ്കര തുള്ളിച്ചാട്ടമാണല്ലോ. ഓ, അപ്പോൾ ഇത് ദൈവത്തിൻ്റെ കാര്യപരിപാടി ആയിരിക്കും നമ്മൾ വിചാരിക്കും. ഇത് ഏത് ആത്മാവിലാണെന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. പരിശുദ്ധാത്മാവിലാണോ അല്ലയോ എന്നുള്ളത്. സഹോദരങ്ങളെ, എല്ലായ്പ്പോഴും പരിശോധനയുണ്ടെന്നുള്ളത് മറന്നു പോകരുത്. പലരും ചിന്തിക്കുകയായിരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ നമ്മുടെ നടുവിൽ എന്തുകൊണ്ടാണ് ദൈവം അനുവദിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനാണ് പരിശോധന എന്ന് പറയുന്നത്. നമ്മൾ തിരിച്ചറിയണം, നമ്മളെ യോഗ്യരാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ അനുവദിക്കുന്നത്. അതിന് നടുവിൽ ദൈവം തൻ്റെ ദാസന്മാരിലൂടെ ഇങ്ങനെ സംസാരിപ്പിക്കുന്നില്ലേ? സൂചനകൾ തരുന്നില്ലേ? വഞ്ചനയുടെ ആത്മാവിൻ്റെ വ്യാപാരം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, 1-ാം നൂറ്റാണ്ട് മുതലുണ്ടത്. ഇനി അതിന് പുറയിലേക്ക് പോയാൽ ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെമ്പാടും അവർ ഇങ്ങനെയുള്ള പരിശോധനകളിൽ പരാജയപ്പെടുന്നതും ജയിക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഈ പറയപ്പെട്ട കാലഘട്ടത്തിൽ ഇസ്രായേലിൻ്റെ ഒരു ഇരുളടഞ്ഞ ഒരു കാലഘട്ടമായിട്ടല്ലേ നമ്മൾ കണ്ടത്. യൊറബയാം മുതൽ ആഹാബ് വരെയുള്ള ആ ഒരു കാലഘട്ടം. ഇനി അതിന് ശേഷമുള്ള രാജാക്കന്മാരോ, അവരെല്ലാം വഴിതെറ്റി നടന്നവന്മാരാണ്. അതിനൊക്കെയുള്ള വാക്യങ്ങളുണ്ട്. അതെല്ലാം ഇന്ന് പറഞ്ഞ് തീർക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കുറേയധികം കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അടുത്ത ദിവസം അതിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത്, ഈ 26-ാം വാക്യത്തിൽ കണ്ടത്, അവർ രാവിലെ മുതൽ ഉച്ച വരെ വലിയ ശബ്ദം മുഴക്കി അവർ തുള്ളിച്ചാടിക്കൊണ്ടിരുന്നു. അത് തന്നെയല്ല, അതിൻ്റെ 27-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഏലിയാവ് അവരെ കളിയാക്കുന്നുണ്ട്. കളിയാക്കിക്കൊണ്ട് എന്താ പറയുന്നത്? ഏലിയാവ് അവരെ പരിഹസിച്ച്, ഉറക്കെ വിളിപ്പിൻ, അവൻ ദേവനല്ലോ, അവൻ ധ്യാനിക്കുകയാകുന്നു, അല്ലെങ്കിൽ അവൻ വെളിക്ക് പോയിരിക്കുകയാകുന്നു, അല്ലെങ്കിൽ യാത്രയിലാകുന്നു, അല്ലെങ്കിൽ പക്ഷെ ഉറങ്ങുകയായിരിക്കും. ഇന്നൊക്കെ അങ്ങനെ പറയുന്നതെങ്കിൽ ആളുകൾ പറയില്ലേ, ഉടനെ പെയിൻ്റ് അടിച്ച് മായ്ക്കണമെന്ന് പറയും. പത്തനാപുരം സൈഡിലൊക്കെ ഇന്ന് ഏരിയാവ് ഇത് പറയുന്നതെങ്കിൽ ഉറപ്പായിട്ട് അവർ പറയും പെയിൻ്റ് അടിച്ച് മായ്ക്കണമെന്ന്. ചെറിയൊരു വാക്ക്, വിഗ്രഹാരാധികൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ലെന്നുള്ള ആ വാക്യം കണ്ടപ്പോൾ ഒരു ദേശം മുഴുവൻ ഇളകിപ്പോയി. ഇതൊന്നും പറ്റത്തില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് മുകളിലുള്ളൊരു അഭിഷേകത്തിൽ ദൈവസഭ നിൽക്കണം. ഇതിനോടൊക്കെയുള്ള ബന്ധത്തിൽ പലതും പറയാനുണ്ട് നമുക്ക്. നമ്മളധികം പറയാത്തതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ സാമാന്യ ജനത്തിന്, ശുശ്രൂഷകന്മാർക്കും പല കാര്യവും ഗ്രഹിക്കാൻ പറ്റത്തില്ല. കാരണം ഈ ആളുകളെല്ലാം ഈ പെരിഫറൽ ലൈനിൽ നിന്നുകൊണ്ടാണ് കാര്യങ്ങളെ കാണുന്നത്. അതായത് അതിൻ്റെ ഡെപ്തിലേക്ക് ഇറങ്ങുന്നില്ല. അങ്ങനെ അവിടെ ജനം ഒത്തുകൂടിയതും ഇത് മായിപ്പിച്ചതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ തിരിച്ചറിയേണ്ടതുണ്ട്. വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപതികൾ, സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനകൾ പ്രബലപ്പെടുന്നു. അതിന് മുകളിലൊരു അഭിഷേകത്തിൽ ദൈവസഭ വരണം, അധികാരം കൈയാളണം. എന്നിട്ട് അവിടെ മായ്ക്കാൻ പെയിൻറ്റ് മേടിക്കാൻ പോയവനെയും മായ്ക്കണമെന്ന് പറഞ്ഞ് സമ്മർദ്ദം ചെലുത്തിയ വാർഡ് മെമ്പറേയും പഞ്ചായത്ത് മെമ്പറേയും ഇവരെയൊക്കെ നിയന്ത്രിക്കുന്നതും നയിക്കുന്നതുമായ സ്പിരിറ്റ് ഏതാണെന്ന് മനസ്സിലാക്കണം. ആ സ്പിരിറ്റിനെയെല്ലാം അറസ്റ്റ് ചെയ്ത് കാൽക്കീഴിൽ കൊണ്ടുവരണം. അതാണ് 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർ ചെയ്തത്. അങ്ങനെ ഒരു ശുശ്രൂഷ നമുക്കില്ല. നമ്മളിങ്ങനെ സൂമിലിരുന്ന് പ്രസംഗിക്കും, അല്ലെ വേറെ കുറേ പാസ്റ്റർമാർ ഒരു മൈക്കും വെച്ചിട്ട് അവിടെ നിന്ന് പ്രസംഗിക്കും, വേറെ കുറച്ച് പേരെ ഇവിടെ നിന്ന് പ്രസംഗിക്കും. അങ്ങനെ കുറേ പ്രസംഗങ്ങൾ കൊണ്ട് മാത്രം കാര്യമായില്ല. ധന്യനായ പൗലോസ്ലീഹ പറയുന്നത് നമുക്ക് പോരാട്ടം ഉണ്ടെന്നുള്ളതാണ്. ഇത് മായ്ക്കണമെന്ന് ഇരുളിൻ്റെ ശക്തികൾ പറയും. നിശ്ചയമായും അങ്ങനെയാണ്. ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ ഇഷ്ടം അത് മായ്ക്കണമെന്ന് പറയുമല്ലോ. മായ്ക്കണമെന്ന് പറയുമ്പോൾ അതിന് മുകളിൽ ആ ആലോചനയെ തന്നെ ക്യാൻസൽ ചെയ്യുമാറ്. ഇതൊന്നും മനുഷ്യർ അവരുടെ സ്വയബുദ്ധിയിൽ പറയുന്ന ഒന്നുമല്ല. അവിടെ അങ്ങനെ ഒരു വാക്യം എഴുതി വെച്ചു എന്ന് ഓർത്ത് അവർക്കിപ്പോൾ എന്താ? അവരെ ഇളക്കിക്കൊണ്ട് അവരെ ഇങ്ങനെ പ്രകോപനപരമായി രംഗത്ത് കൊണ്ടുവരുന്നത് ചില സ്പിരിറ്റുകളാണ്. ആ സ്പിരിറ്റുകളെയൊക്കെ ദൈവസഭ, ദൈവത്തിൻ്റെ ദാസന്മാരും ദൈവത്തിൻ്റെ ജനവും ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ അധികാരത്തോടെ ആ കാര്യങ്ങളെ കൈകാര്യം ചെയ്യണം. തെളിവൂടെ ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ തുറന്നു വെച്ചിരിക്കുന്ന ഈ രാജാക്കന്മാരുടെ പുസ്തകം, ഇത് കഴിഞ്ഞിട്ട് 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായം, 2 ദിനവൃത്താന്ത 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ആദ്യത്തെ വാക്യത്തിൽ തന്നെ നമ്മൾ കാണുന്നത്, അതിൻ്റെ ശേഷം മൊവാബ്യരും അമോന്യരും അവരോടുകൂടെ മെയൂന്യരിൽ ചിലരും യഹോശഫാത്തിൻ്റെ നേരെ യുദ്ധത്തിന് വന്നു. ചിലർ വന്ന യഹോശഫാത്തിനോട്, വലിയൊരു ജനസമൂഹം കടലിനക്കരെ നിന്ന് അരാമിൽ നിന്ന് നിന്റെ നേരെ വരുന്നു. യഹോശഫാത്ത് ഭയപ്പെട്ട് യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ട് ദേശത്തെല്ലാം ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു.
യഹോവയുടെ സഹായം ചോദിപ്പാൻ യഹൂദർ ഒന്നിച്ചുകൂടി. സകല യഹൂദ നഗരങ്ങളിൽ നിന്നും അവർ യഹോവയെ അന്വേഷിപ്പാൻ വന്നു. യഹോശഫാത്ത് യഹോവയുടെ ആലയത്തിൻ്റെ പ്രാകാരത്തിന് മുൻപിൽ യഹൂദയുടെ യെരൂശലേമിൻ്റെ സഭാമധ്യേ നിന്നുകൊണ്ട് പറഞ്ഞതെന്നാൽ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവേ, നീ സ്വർഗസ്ഥനായ ദൈവമല്ലോ. നീ ജാതികളുടെ സകല രാജ്യങ്ങളെയും ഭരിക്കുന്നുവല്ലോ. ആർക്കും എതിർപ്പാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും നിനക്കുണ്ടല്ലോ. ഞങ്ങളുടെ ദൈവമേ, നീ നിൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മുമ്പിൽ നിന്ന് ഈ ദേശത്തിലെ നിവാസികളെ നീക്കിക്കളഞ്ഞ് അത് നിൻ്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതിക്ക് ശാശ്വതമായി കൊടുത്തുവല്ലോ. അതാണ് ബോധ്യം എന്ന് പറയുന്നത്. യഹോശഫാത്തിൻ്റെ ബോധ്യം എന്താ? നിൻ്റെ ദാസനായ അബ്രഹാമിൻ്റെ സന്തതിക്ക് ശാശ്വതമായി കൊടുത്തെന്ന്. അവിടേക്കാണ് ഇപ്പോൾ മോവാബ്യരും അമ്മോന്യരും മെയൂന്യരിൽ ചിലരും കടന്നു വരുന്നത്. ദൈവം അറിയാതെയല്ല, ദൈവം അറിയാതെയാണ് അവർ വന്നത്. ദൈവം അറിഞ്ഞു തന്നെയാണ് അവർ കടന്നു വരുന്നത്. ആ സമയത്ത് ദൈവഭയമുള്ള ദാവീദ് നടന്ന വഴിയിലൂടെ നടന്ന ആളാണ് യഹോശഫാത്ത്. അദ്ദേഹം യഹോവയെ ദൈവത്തെ അന്വേഷിക്കാനായിട്ട് താല്പര്യപ്പെട്ടു. കാരണം ഒരു വലിയ പടജനമാണ് വന്നിരിക്കുന്നത്. ഇസ്രായേലിന് അവരെ ഒറ്റയ്ക്ക് നേരിടാൻ പറ്റാത്ത നിലയിലുള്ളൊരു സാഹചര്യമാണ്. അതിന് താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, ഞങ്ങളുടെ ദൈവമേ, നീ അവരെ ന്യായം വിധിക്കുകയില്ലയോ? ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. എന്തു ചെയ്യേണ്ടു എന്നറിയുന്നതുമില്ല. എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്കലേക്ക് തിരിഞ്ഞിരിക്കുന്നു. അങ്ങനെ യഹൂദരൊക്കെയും അവരുടെ കുഞ്ഞുങ്ങളോടും ഭാര്യമാരോടും മക്കളോടും കൂടെ യഹോവയുടെ സന്നിധിയിൽ നിന്നു. ചുമ്മാ ഒന്ന് പെയിൻ്റ് എടുത്ത് മായ്ച്ചു കളയുന്ന കാര്യമല്ല അതൊന്നും. അതൊക്കെ നമ്മൾ എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്ന പോലെ വാഴ്ചകൾ, അധികാരങ്ങൾ, അന്ധകാര ലോകത്തിൻ്റെ അധിപതികൾ. അല്ലാതെ സാധു മനുഷ്യർ, അവർക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഇതിനെക്കുറിച്ചൊന്നും ഉത്കണ്ഠപ്പെട്ടിട്ടൊന്നും അല്ല അവർ ഒന്ന് മായ്ക്കാൻ പറഞ്ഞതും പിന്നീട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അല്ലാതെയൊക്കെ ഈ ബഹളം വെച്ചത്. കാരണം ദേശത്ത് ഇരുളിൻ്റെ ശക്തികൾ പ്രബലപ്പെടുന്നു. അങ്ങനെ പ്രബലപ്പെടുന്ന സമയത്ത് ദൈവജനം എന്ത് ചെയ്യണം? അപ്പോൾ ദൈവജനം എന്ത് ചെയ്യണമെന്നുള്ളതിൻ്റെ ഉത്തരമായി വായിച്ചത്. അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടി എന്നിട്ട് ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ 14-ാം വാക്യത്തിൽ, അപ്പോൾ സഭാമധ്യേ വെച്ച് യഹോവയുടെ ആത്മാവ് ആസാഫിൻ്റെ പുത്രന്മാരിൽ മത്ഥന്യാവിൻ്റെ മകനായ യെയിയേലിൻ്റെ മകനായ ബെനയാവിൻ്റെ മകനായ സെക്കരിയാവിൻ്റെ മകൻ യഹാസിയേൽ എന്ന ഒരു ലേവ്യൻ്റെ മേൽ വന്നു. എന്നിട്ട് അതിൻ്റെ താഴെ 15-ാം വാക്യത്തിൻ്റെ അവസാനം കാണുന്നത്, ഈ വലിയ സമൂഹ നിമിത്തം നിങ്ങൾ ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. യുദ്ധം നിങ്ങളുടേതല്ല, യഹോവയുടേതത്രേ. ശ്രദ്ധിക്കണം. 15-ാം വാക്യത്തിൻ്റെ ഒടുവിലേക്ക് വരുമ്പോൾ എന്താ കാണുന്നത്? ഈ വലിയ സമൂഹ നിമിത്തം നിങ്ങൾ ഭയപ്പെടരുത്. 3-ാം വാക്യത്തിൽ എന്താ കണ്ടത്? യഹോശഫാത്ത് ഭയപ്പെട്ടു. അത് സ്വർഗം കണ്ടു. ജനത്തെ നയിക്കുന്ന നായകനായ യഹോശഫാത്ത് ഭയപ്പെട്ടു എന്നുള്ളത് സ്വർഗം കണ്ടു. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് യൗവനക്കാരനായ ലേവ്യനിലൂടെ പറയുകയാണ്, ഈ വലിയ സമൂഹ നിമിത്തം ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റേതത്രേ. അതാണ് ഒരു പുതിയ നിയമ വിശ്വാസി മനസ്സിലാക്കേണ്ടത്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെയുണ്ട്. നീ ചഞ്ചലപ്പെടണ്ട. എന്ത് തിട്ടൂരങ്ങൾ വന്നാലും, എന്ത് നിയമങ്ങൾ മാറി മറിഞ്ഞ് വന്നാലും, ഏത് കോടതി എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും, സ്വർഗീയ കോടതി ഒന്ന് തീരുമാനിച്ചിട്ടുണ്ടോ അതേ നടക്കൂ. ദൈവത്തിൻ്റെ ദാസന്മാർ അധികാരത്തിലേക്ക് വരണം. അതായത് ഞാൻ ഉൾപ്പെടെയുള്ള ദൈവത്തിൻ്റെ ദാസന്മാർ അധികാരത്തിലേക്ക് വരണം. ആ ആദ്യ നൂറ്റാണ്ടിലെ അനുഭവത്തിലേക്ക് വരണം. മലയാളക്കരയിൽ പെന്തക്കോസ്തിൻ്റെ പൂർവന്മാർ അധികാരത്തോടെ ശുശ്രൂഷിച്ചൊരു കാലമുണ്ട്. ആ ഒരു കാലത്തിലേക്ക് മടങ്ങി വരണം. രാഷ്ട്രീയക്കാരുടെ പുറകിൽ തെണ്ടാൻ പോവുകയല്ല വേണ്ടത്. രാഷ്ട്രീയക്കാരെ വിളിച്ച് പ്രസംഗിപ്പിക്കുകയല്ല വേണ്ടത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തിരിച്ചറിയണം. എതിരുകളുണ്ടാകും. അങ്ങനെ എതിരുകളുണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കണം. 20-ാം അധ്യായത്തിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഇപ്പോൾ വായിച്ച 20-ാം അധ്യായത്തിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല, എന്നാൽ പരോക്ഷമായി പറഞ്ഞു വന്നപ്പോൾ അതിലേക്കൊന്ന് തിരിഞ്ഞതാണ്. വളരെ ഗൗരവമായി നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട കാര്യമാണെന്നുള്ളൊരു ഓർമ്മയിലാണ്, പഴയൊരു ഓർമ്മ വെച്ചാണ് ഞാൻ ആ അധ്യായം തപ്പിയത്. തുടക്കത്തിൽ ആ അധ്യായം പോലും മുമ്പിൽ വന്നില്ല. എന്നാൽ
ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മുമ്പാകെ അധ്യായം തുറന്നു കാണിച്ചു അല്ലേ? അതിൻ്റെ തുടക്കത്തിൽ യഹോശാഫാത്ത് ഭയപ്പെട്ടു. 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, ഭയപ്പെടരുത്, ഭ്രമിക്കുകയരുതെന്ന്. അത് തന്നെയാണ് മലയാളക്കരയിലുള്ള ദൈവസഭയോടും പറയാനുള്ളത്. ഭയപ്പെടേണ്ട ആവശ്യമില്ല, നിങ്ങൾ പ്രമാണത്തിൽ നിന്നാൽ മതി. നിങ്ങൾ ദൈവത്തിൻ്റെ പ്രമാണത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ ഒരു ശക്തിക്കും നിങ്ങളെ തൊടാൻ കഴിയില്ല. ഒരു ശക്തിക്കും തൊടാൻ കഴിയില്ല. എഫേസ്യ പട്ടണത്തിൽ, അതായത് അർത്തമീസിൻ്റെ കൊത്തളത്തിന് കീഴിൽ കടന്നു വന്ന് രാജകീയ സുവിശേഷം പ്രസംഗിച്ചു. വാഴ്ചകളെ അധികാരങ്ങളെയൊക്കെ കാൽക്കീഴിലിട്ടു. അവിടെയാണ് മൃഗയുദ്ധം നടത്തിയെന്നൊക്കെ നമ്മൾ വായിക്കുന്നത്. അവിടെ പൗലോസ് അധികാരത്തോടെ നിന്നാണ് ശുശ്രൂഷിച്ചത്. ശുശ്രൂഷയിൽ അധികാരമുണ്ടെന്നീ, നിശ്ചയമായും അതിൽ അധികാരമുണ്ട്. നമ്മൾ പഴയ നിയമത്തിൽ പുരോഹിതന്മാരെ കാണാം, പ്രവാചകന്മാരെ കാണാം, രാജാക്കന്മാരെ കാണാം, 3 കൂട്ടം ആൾക്കാരെ കാണാം. ഈ 3 കൂട്ടത്തിലൂടെയുള്ള അധികാരവും ഒരു പുതിയ നിയമ ക്രിസ്ത്യാനിയിൽ വിശേഷിച്ച് കർത്താവ് വേലയ്ക്ക് തിരഞ്ഞെടുത്തിട്ടുള്ള അവൻ്റെ അഭിഷിക്തന്മാരിലൂടെ വെളിപ്പെടുകയാണ്. ആ അധികാരത്തിൽ തലയെടുപ്പിൽ നിൽക്കണം. അല്ലാതെ തലകുനിച്ച് നിൽക്കുകയല്ല വേണ്ടത്. നമ്മെ ഓർമ്മിപ്പിക്കാനാണ് ദൈവത്തിൻ്റെ ആത്മാവ് ആ ഒരു അധ്യായത്തിലേക്ക് ഇപ്പോൾ കൊണ്ടുപോയത്. നമ്മൾ 1 രാജാക്കന്മാർ 18 വേഗം മടങ്ങി വരികയാണ്. മടങ്ങി വന്നു കഴിയുമ്പോൾ അതിൻ്റെ 27-ാം വാക്യത്തിലെ കാര്യം പറഞ്ഞു. 28 വരുമ്പോൾ, അതായത് ബാലിൻ്റെ പ്രവാചകന്മാർ പതിവ് പോലെ ഉറക്കെ വിളിച്ചു, രക്തം ഒഴുക്കുവോളം വാളുകൊണ്ടും കുന്തം കൊണ്ടും തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചു. നോക്കണമേ, അവർ തങ്ങളെ തന്നെ മുറിവേൽപ്പിക്കുകയാണ്. ഇത്ര നേരം നമ്മൾ കണ്ടത് അവർ തുള്ളുകയും ചാടുകയും ചെയ്തെന്ന. തുള്ളലും ചാട്ടവും ഒക്കെ നടത്തിയിട്ടും തീ ഇറങ്ങുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനിലായിരിക്കും തങ്ങളെ തന്നെ മുറിവേൽപ്പിക്കുകയാണ്. അങ്ങനെ തങ്ങളെ തന്നെ മുറിവേൽപ്പിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ടും ഒന്നും നടന്നില്ല. 29-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഉച്ച തിരിഞ്ഞിട്ട് ഭോജനയാഗം കഴിക്കുന്ന സമയം വരെ അവർ വെളിച്ചപ്പെട്ടുകൊണ്ടിരുന്നു. എന്നിട്ടും ഒരു ശബ്ദമോ ഉത്തരമോ ശ്രദ്ധയോ ഉണ്ടായില്ല. അപ്പോൾ ഏലിയാവ് എൻ്റെ അടുക്കൽ വരുവിനെന്ന് സകല ജനത്തോടും പറഞ്ഞു. അതായത് ഭോജനയാഗം കഴിക്കുന്ന സമയം 3 മണിക്ക് ശേഷമുള്ള കാര്യമാണ്. ആദ്യം ഹോമയാഗമാണ്, പിന്നീടാണ് ഭോജനയാഗം കഴിക്കുന്നത്. അപ്പോൾ ഏലിയാവ് പറയുകയാണ് 30-ാം വാക്യത്തിലൂടെ, ഏലിയാവ് എൻ്റെ അടുക്കൽ വരുവിനെന്ന് സകല ജനത്തോടും പറഞ്ഞു. സർവ്വജനവും അവൻ്റെ അടുക്കൽ വന്നു. 30-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഈ ബാലിൻ്റെ അശേരയുടെ അവിടെ തുള്ളൽ കണ്ടുകൊണ്ടിരുന്ന കേമന്മാരോടൊക്കെ പറയാണ്, ഇനി സകല ജനവും എൻ്റെ അടുക്കൽ വരുവീൻ. അപ്പോൾ ജനമെല്ലാം അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടിക്കൂടി. അവിടെ നിന്ന് ഏലിയാവിൻ്റെ അടുക്കിലേക്ക് ജനമെല്ലാം വന്നു. ഏലിയാവ് ഇമ്മീഡിയറ്റായിട്ട് യാഗം കഴിക്കാനായിട്ടല്ല ശ്രമിച്ചത്. അതിനു മുമ്പ് താൻ യാഗപീഠം ക്രമീകരിച്ചു. 30-ാം വാക്യത്തിൻ്റെ ഒടുവിൽ കാണുന്നത്, അവൻ ഇടിഞ്ഞു കിടന്ന യഹോവയുടെ യാഗപീഠം നന്നാക്കി. നിനക്ക് ഇസ്രായേൽ എന്ന് പേരാകുമെന്ന് യഹോവയുടെ അരുളപ്പാട് ലഭിച്ച യാക്കോവിൻ്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ്ണം 12 കല്ലെടുത്ത് കല്ലുകൊണ്ട് യഹോവയുടെ നാമത്തിൽ ഒരു യാഗപീഠം പണിതു. നോക്കണം, ഏലിയാവ് ഇടിഞ്ഞു കിടന്ന യാഗപീഠം ക്രമീകരിച്ചു. ഈ ഒരു വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ പുറകോട്ട് പോകേണ്ടി വരും. അതായത് ഏലിയാവ് ഗിലയാദിലെ തിശ്ബിയിൽ ദീർഘകാലം ദൈവസന്നിധിയിൽ പ്രാർത്ഥനാനിരതനായിട്ടിരുന്നൊരു സമയമുണ്ട്. ആ ഇരുന്ന സമയത്ത് താൻ പ്രാർത്ഥിച്ച കാര്യമാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത്. ആവർത്തന പുസ്തകം 11-ാം അധ്യായത്തിൽ നിന്ന് അവിടെ മോശ വഴി ലഭിക്കപ്പെട്ട പ്രമാണത്തിൽ പറയുകയാണ്, ഇസ്രായേൽ ജനം അന്യദൈവാരാധനയിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ദേശത്ത് മഞ്ഞുമഴയും തരില്ല എന്ന് എഴുതി വെച്ച പ്രമാണം കണ്ട് അതിനനുസരിച്ച് ഏലിയാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചെന്നൊക്കെ നമ്മൾ കണ്ടു. അതിൻ്റെ ഉത്തരം എന്നോണമാണ് ഏലിയാവിന് അധികാരം ലഭിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം ആഹാബിൻ്റെ കൊട്ടാരത്തിൽ വന്ന് വിളിച്ചു പറഞ്ഞത്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും പെയ്യില്ലെന്ന്. ഏലിയാവ് എന്ന് പറയുന്ന ഒരുവൻ ദൈവത്തിൻ്റെ പ്രമാണത്തിൽ എരിവുള്ളവനായി യഹോവയുടെ വഴിയിൽ നടക്കുന്ന സമയത്ത് ഇസ്രായേൽ യാഗപീഠങ്ങളെ ഇടിച്ചു കളയുന്ന കാലമാണത്. അവർ യാഗപീഠങ്ങളെ ഇടിച്ചു കളഞ്ഞു. കാരണം അവരെ നയിക്കുന്ന ആരാ? ആഹാബല്ലേ. ആ നയിക്കുന്ന ആഹാബിനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു ബോധവുമില്ല. ഇങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് എന്നാ ബോധമുള്ളത്? ഓർത്തഡോക്സ് സമൂഹത്തിലൊരു പ്രസിദ്ധനായ ഒരു മെത്രാൻ ഈ കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞ ഒരു വീഡിയോ നിങ്ങളൊക്കെ കേട്ടിട്ടുള്ളതാണ്. ഞാൻ ദേവലോകത്തേക്ക് കോട്ടയത്തേക്ക് പോകുന്ന വഴിക്ക് ഏറ്റുമാനൂർ ഇറങ്ങി അവിടെയുള്ള അപ്പനെ തൊഴുതട്ടാൻ ഞാൻ പോകാറുള്ളൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറു സൈഡ്, അതായത് അന്ത്യോക്യ കൂട്ടരുണ്ടല്ലോ, അന്ത്യോക്യ കൂട്ടർ,
അവർ ഇതുപോലെ തന്നെയുള്ള പരിപാടികളാണ് ചെയ്യുന്നത്. നമ്മൾ ഇഷ്ടം പോലെ വീഡിയോകളും ന്യൂസുകളും കണ്ടിട്ടുണ്ട്. കാത്തലിക്സിനെ സംബന്ധിച്ച് അവരുടെ ഒരു പുരോഹിതൻ്റെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം പ്രസിദ്ധം ചെയ്തായിരുന്നു. ഒരു ക്ഷേത്രത്തിൽ പോയി അദ്ദേഹം പ്രസംഗിക്കുന്നത്, ഇവിടെ ഭയങ്കര ദൈവചൈതന്യമാണ്, നമ്മളെല്ലാം ആ ചൈതന്യത്തിലാണ്, നമ്മളെല്ലാം ഒരു ദൈവത്തിൻ്റെ മക്കളാന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായി ഫിലോസഫി അടിക്കുന്ന ഒരു പ്രസംഗം. നമ്മളിന്ന് കാണുന്ന മലയാളക്കരയിലുള്ള ഈ എപ്പിസ്കോപ്പൽ സംഭവങ്ങളെയെല്ലാം നമുക്ക് ഈ വടക്കേദേശ ഇസ്രായേലിനോട് ചിത്രീകരിക്കാം. തെക്കേദേശക്കാരെന്ന് പറയുന്നത് ഏതാണ്ട് ഇന്നത്തെ ഈ വേർപെട്ട ദൈവജനം, പെന്തിക്കോസ് ബ്രദർ അങ്ങനെയൊക്കെയുള്ള കൂട്ടങ്ങളുണ്ടല്ലോ, അവരോട് വേണേൽ ചിത്രീകരിക്കാം. അവിടെയെല്ലാം ഭദ്രമാണെന്നല്ല, അവിടങ്ങളിലൊക്കെ ഒറ്റയും തെറ്റേനെയും കാണാം. ഈ സൈഡിലേക്ക് വന്നാലോ ഒറ്റ കുഞ്ഞിനെ കാണാനില്ലെന്നേ, ഒറ്റ കുഞ്ഞിനെ കാണാനില്ല. അല്ല, അവർ ദൈവത്തെ വിളിക്കുന്നുണ്ടല്ലോ. ഏത് ദൈവത്തെ? ഈ വിളിക്കുന്ന പുള്ളികളൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പാർട്ടികളൊക്കെ പറഞ്ഞതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അച്ഛന്മാരും മെത്രാന്മാരും കപ്പ്യാരുമാരും ഒക്കെ കിടന്ന് പറയുന്നത്. അത് ഈ പറയപ്പെട്ട കൂട്ടത്തിലെ ആളുകൾ പറയുന്നത് ഈ പെന്തക്കോസ്തുകാർക്ക് അല്ലെങ്കിൽ ഒരു അടി ആവശ്യമാണ്. ഇവർ ഈ വടക്കേ ഇന്ത്യയിലൊക്കെ കടന്നുപോയി അവിടെ ആളുകളുടെ സമാധാനം കളയാന്നാണ് പറയുന്നത്. ഈ പെന്തക്കോസ്തുകാരെന്ന് പറയുന്ന കൂട്ടരെ ഒരു പണിയില്ല അവന്മാർക്ക്. ഈ പണിയില്ല എന്ന് പറയുന്ന യാക്കോവക്കാരനോട് തിരിച്ച് ഞാൻ ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, അപ്പം നിങ്ങളുടെ മെത്രാന്മാരൊക്കെ പാറമടയിലാണോ രാവിലെ പണിക്ക് പോകുന്നതെന്ന്? പാറമടയിൽ രാവിലെ കല്ല് ചുവന്ന് കഷ്ടപ്പെട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കറുത്ത തൊപ്പിയൊക്കെ വെച്ച് പിന്നെ വീട്ടിലേക്ക് പോവല്ലേ? ചോദിക്കുന്ന ചോദ്യമാണ്, ഒരു പണിയില്ലെന്ന്. ലോകപ്രകാരമുള്ള വലിയ ജോലികളും കാര്യങ്ങളൊക്കെ വലിച്ചെറിഞ്ഞിട്ടാണ് പലരും മിഷൻ പ്രവർത്തനമായിട്ട് വടക്കേ ഇന്ത്യയിലോ ഏഷ്യയുടെ പല രാജ്യങ്ങളിലേക്കൊക്കെ കടന്നു പോകുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം അവരുടെ ഉള്ളിൽ നിറഞ്ഞതുകൊണ്ട്. അപ്പോൾ പറയുകയാണ് ഇവർ വടക്കേ ഇന്ത്യയിലുള്ള ആളുകളുടെ സ്വസ്ഥത കളയാൻ പോകുന്നതെന്ന്. പറയുന്ന ആരാ? ഹിന്ദു മുസ്ലിമും അല്ല പറയുന്നത്, ഇവിടുത്തെ യാക്കോവക്കാരനും ഓർത്തഡോക്സുകാരനും. കത്തോലിക്കിന് അത്രയും പറയില്ല, അവന് പിന്നെയും ബോധമുണ്ട്. ഇനി ഈ രണ്ട് കൂട്ടരെ സംബന്ധിച്ച് ഇവർക്ക് മിഷൻ ഇല്ലാത്തവരാണ്. മിഷൻ എന്ന് പറയുന്നൊരു സംഭവം അവർക്കില്ല. മിഷൻ എന്ന് പറയുന്നേ ഒരു സംഭവം അവർക്കില്ല, അങ്ങനൊരു ചിന്ത അവർക്കില്ല. അപ്പോൾ ഈ വായിച്ച വാക്യത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അതായത് ഈ യാഗപീഠത്തെ ക്രമീകരിക്കുകയാണ് ഏലിയാവ്. യാഗപീഠത്തെ ഇടിഞ്ഞു കിടക്കുകയെന്നല്ല, ഇടിഞ്ഞു കിടന്നിട്ട് എന്നാ കുർബാന ചൊല്ലിയാലും എന്നാ ജനറൽ കൺവെൻഷൻ നടത്തിയാലും, മറു സൈഡും കൂടെ പറയാം ഞാൻ, യാഗപീഠം ഇടിഞ്ഞു കിടക്കുക. അന്നേരമാണ് മൂന്നുമേ കുർബാന നടത്തുന്നത് അവിടെ. ഇവിടെ ഭയങ്കര കൺവെൻഷൻ നടത്തിക്കൊണ്ടിരിക്കുക. ശരിക്കും നമ്മൾ വചനത്തിലേക്ക് വരുമ്പോൾ എന്താ കാണുന്നത്? ഇടിഞ്ഞു കിടന്ന യാഗപീഠത്തെ ഏലിയാവ് ക്രമീകരിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ താഴേക്ക് വായിക്കുമ്പോൾ അതിന് ചുറ്റും താനൊരു ഒരു കിടങ്ങ്, ഒരു ട്രഞ്ച് ഉണ്ടാക്കിയെന്നും, അങ്ങനെ യാഗപീഠം സജ്ജമാക്കിയിട്ട് യാഗപീഠത്തിന് മുകളിൽ വിറകടുക്കി, അങ്ങനെ താഴേക്ക് വായിക്കുമ്പോൾ വെള്ളം ഒഴിക്കുന്ന കാര്യമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ട്രഞ്ചിലൊക്കെ വെള്ളം ഒഴിക്കുന്നു. അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് 36-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 36-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഏലിയാവിൻ്റെ ചെറിയ പ്രാർത്ഥന. ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയാ പ്രവാചകൻ അടുത്തിയെന്ന്, അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവേ, ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിൻ്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെയും ഞാൻ നിൻ്റെ കൽപ്പന പ്രകാരം ചെയ്തു എന്നും ഇന്ന് വെളിപ്പെട്ടു വരട്ടെ. യഹോവേ, എനിക്ക് ഉത്തരമരുളണമേ. നീ ദൈവം തന്നെ യഹോവ, നീ ദൈവം തന്നെ യഹോവ എന്നുവെച്ചാൽ നീ തന്നെ യഹോവയായ ദൈവം. അങ്ങനെ നമുക്ക് വായിക്കാം. നീ തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചു എന്ന് ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരമരുളമേ എന്ന് പറഞ്ഞു. 37-ാം വാക്യത്തിലെ ആ വാക്ക് ശ്രദ്ധിക്കണം. നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ട് വന്ന കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് പറയുകയാണ്. നീ തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചു എന്ന് ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരമരുളണമേ. അപ്പോൾ അവരുടെ ഹൃദയം ഇപ്പോൾ യഹോവയായ ദൈവമായിട്ട് ബന്ധത്തിലല്ലെന്നുള്ളതിൻ്റെ തെളിവായി വായിച്ച് കേൾപ്പിക്കുന്നത്. ഇതൊക്കെ നോട്ട് ചെയ്തോണം. ഇസ്രായേൽ ജനത്തിൻ്റെ ഹൃദയം ദൈവവുമായി ബന്ധത്തിലല്ല, അവരകന്നുപോയി. അവരെന്തൊക്കെയോ മൂന്നുമേ കുർബാന ചൊല്ലുന്നുണ്ടെന്നേ ഉള്ളൂ. അതൊന്നും ഒരു വ്യവസ്ഥയില്ലാത്ത കാര്യങ്ങളാണ് ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, രാവിലെ മുതൽ ഉച്ച വരെ കിടന്ന് ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരു പ്രയോജനമില്ല. ഇവിടെ ഇതാ ദൈവത്തിൻ്റെ അഭിഷിക്തൻ കടന്നു വന്ന് യാഗപീഠത്തെ ക്രമീകരിച്ച് യാഗവസ്തുവിനെ യാഗപീഠത്തിലേക്ക് കൊണ്ടുവന്ന്, അതും പോരാത്തതിന് അവിടെ വെള്ളമൊക്കെ ഒഴിച്ച്, ഒത്തിരി വിശദമായി പറയേണ്ട, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, ഓടിച്ചു പറയാണ്. എന്നിട്ട് തൻ്റെ ലളിതമായ പ്രാർത്ഥന, ആ പ്രാർത്ഥനയുടെ ഒടുക്കം 38-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്, ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ചു, തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു. 38-ാം വാക്യത്തിൻ്റെ മറ്റൊരു ട്രാൻസ്ലേഷൻ. ഉടനെ കർത്താവിൽ നിന്ന് അഗ്നി ഇറങ്ങി
38 വാക്യം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത്, ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ചെന്നാണ്. എന്നാൽ ഈ വായിച്ചതിനകത്ത് കല്ലും കൂടെ ഉണ്ട്. അതായത് ഇംഗ്ലീഷ് ബൈബിളിലേക്ക് വരുമ്പോൾ ഇംഗ്ലീഷ് KJVയിലും അവിടെ ഈ പറഞ്ഞ പോലെ കല്ലും ദഹിച്ചു എന്നാണ് കാണുന്നത്. അവിടെ കല്ലെന്ന് ഉദ്ദേശിക്കുന്നത് എന്ത് കല്ലായിരിക്കും? അവിടെ 12 കല്ല് നാട്ടിക്കൊണ്ടല്ലേ യാഗപീഠം സജ്ജമാക്കിയത്. അപ്പോൾ ഈ യാഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? യാഗപീഠത്തിൽ യാഗവസ്തു ഇരിക്കുന്നു, അതിലേക്ക് ദൈവത്തിൻ്റെ തീ വരുന്നു. തീ വരുമ്പോൾ യാഗവസ്തുവിനെ ദഹിപ്പിക്കുന്നു. യാഗപീഠം അവിടെ തന്നെ ഉണ്ടാകും. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് കല്ലും മണ്ണും കൂടെ ദഹിച്ചെന്നാണ് കാണുന്നത്. എന്ന് വെച്ചാൽ അതുപോലത്തെ ഉഗ്ര കോപമാണ് അവിടെ വെളിപ്പെട്ടത്. അപ്പോൾ സഹോദരങ്ങളെ, ഇപ്പോൾ ഇതിനോടനുബന്ധിച്ച് നമ്മൾ പറഞ്ഞു കൊണ്ടുവന്നത് എന്താ? ഇവിടെ ദൈവത്തിൻ്റെ കോപാഗ്നിയാണ് വീണതെന്ന് നമ്മൾ പറഞ്ഞു. ഈ യാഗത്തോടുള്ള ബന്ധത്തിൽ ഇത് പല ആംഗിളിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഏലിയാവ് സജ്ജമാക്കിയ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു, അത് വാസ്തവം തന്നെ. അപ്പോൾ തന്നെ ഇസ്രായേലിൻ്റെ മേൽ വീഴേണ്ട ദൈവത്തിൻ്റെ കോപമാണ് യാഗപീഠത്തിൽ വീണത്. അതിൻ്റെ തെളിവാണ് യാഗവസ്തുവിനെ മാത്രമല്ല അവിടുത്തെ കല്ലും മണ്ണും കൂടെ ദഹിച്ചെന്ന് നമ്മൾ വായിക്കുന്നത്. തീയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പലർക്കും വലിയ ഗ്രാഹ്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ആ പാട്ടിനെക്കുറിച്ച് പറഞ്ഞത്, പ്രസിദ്ധമായ പാട്ടിനെക്കുറിച്ച്. അപ്പോൾ പാട്ടുകാരൻ പറയുന്നത് സീനായിൽ ഇറങ്ങിയ തീ എൻ്റെ മേൽ വരണമെന്നാണ്. സീനായിൽ ഇറങ്ങിയ തീ നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും സഹോദരങ്ങളെ? തീയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ആളുകൾക്ക് ഐഡിയ ഇല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹോരേബിൽ മുൾപ്പടർപ്പ് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ തീയുടെ നടുവിൽ നിന്ന് യഹോവയായ ദൈവം മോശയോട് സംസാരിച്ചു. അവിടെ തീയിൽ നിന്ന് മോശയോട് സംസാരിക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താ? മിസ്രൈമിനെ ന്യായം വിധിക്കാൻ പോവുകയാണ്. തീയിൽ വെളിപ്പെടുന്ന ആ ദൈവത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ? ദൈവം നീതിപതിയായ ന്യായാധിപതിയാണെന്നുള്ളതാണ്. ഇനി പുറപ്പാട് 19 വരുമ്പോൾ അവിടെ തീയിൽ ഇറങ്ങി വരുന്നൊരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അവിടെ തീയിൽ ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയാണ് കാണിക്കുന്നത്. അവിടെ ഇറങ്ങി വന്ന തീയ് നമ്മുടെ മേൽ വന്ന് വീണാൽ എങ്ങനെ ഇരിക്കും? അവിടെ ഇസ്രായേലിനെ ദൈവം പഠിപ്പിക്കുകയാണ്, ഞാൻ നീതിപതിയായ ന്യായാധിപതി തന്നെയാണ്. ഇങ്ങനെയൊരു ദൈവപ്രത്യക്ഷത നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾക്ക് ദൈവത്തിലുള്ള ആ ഭയം ഉണ്ടാകാൻ വേണ്ടിയാണെന്നല്ലേ വായിച്ചത്? അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം വായിച്ചത്. ഈ വീഡിയോയിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ സമാഗമന കൂടാരത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ലേവ്യ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിലേക്ക് വരുമ്പോഴാണ് ഇത് കാണുന്നത്. അതായത് മോശയുടെ പണിയിൽ സംപ്രീതനായ ദൈവം മോശയിൽ പ്രസാദിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വം കൂടാരത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ഇറങ്ങി വരികയാണ്. ദൈവത്തിൻ്റെ മഹത്വം അങ്ങോട്ട് ഇറങ്ങുകയാണ്. അവിടെ നിന്നാണ് തീ പുറപ്പെട്ട് യാഗപീഠത്തിലിരിക്കുന്ന യാഗവസ്തുവിനെ ദഹിപ്പിച്ചത്. അല്ലാതെ നേരെ അങ്ങ് ദഹിപ്പിക്കുന്ന ഒരു കാഴ്ചയല്ല ഇവിടെ കാണുന്നത്. ദൈവത്തിൻ്റെ മഹത്വം അവിടെ ഇറങ്ങി വരികയാണ്. അതിന് ശേഷമാണ് യാഗപീഠത്തിൽ തീ കത്തുന്നത്. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നു. അതുപോലെ തന്നെ ഗലാത്യ ലേഖനവുമായി ബന്ധപ്പെടുത്തി ഈ വക കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ പറയാനുണ്ട്. ദൈവം അനുവദിച്ച് നമുക്ക് അടുത്ത ദിവസം അതിലേക്ക് പോവാം. ഇന്നിപ്പോൾ അതിലേക്ക് പറഞ്ഞു പോകാനുള്ള സമയമില്ല. അപ്പം ഞാൻ വേഗം കൊണ്ടുപോയി അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്. ഇതിൻ്റെ തന്നെ കുറച്ചുകൂടെ വിശദീകരണം നമുക്ക് അടുത്ത ആഴ്ച ഇനി എടുക്കാം, കർത്താവ് വരാൻ താമസിച്ചാൽ. ഈ പറയപ്പെട്ട കാര്യത്തിൻ്റെ കുറച്ചും കൂടെ വിശദീകരണം നമുക്ക് അടുത്ത ആഴ്ച എടുക്കാം, ഇപ്പോൾ ഓടിച്ചു പറയുകയാണെങ്കിലും. അതായത് നമ്മൾ കണ്ട കാഴ്ച എന്താ? അവിടെ ദൈവത്തിൻ്റെ അഗ്നി വന്ന് വീഴുകയാണ്. ആ അഗ്നി ഏലിയാവിൻ്റെ യാഗത്തിൽ പ്രസാദിക്കുകയാണ്. മറ്റൊരു കാര്യം നമ്മൾ പറഞ്ഞു, ഇസ്രായേലിൻ്റെ മേൽ വരേണ്ട ദൈവത്തിൻ്റെ കോപാഗ്നിയാണ് അവിടെ വഴിമാറിപ്പോയിരിക്കുന്നത്. യാഗപീഠത്തിലേക്ക് ആ തീ വന്ന് വീഴുകയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഇസ്രായേലിൻ്റെ മേൽ ദൈവത്തിൻ്റെ കോപം ഉണ്ടെന്ന് പറഞ്ഞത്? ഇവിടെ ഏലിയാവിൻ്റെ പ്രാർത്ഥനയെ തന്നെയുണ്ട്, ഈ ജനത്തെ മടക്കി വരുത്തണമേ, തിരിച്ചു കൊണ്ടുവരണമെന്നൊക്കെ. അതിനു മുമ്പ് നമ്മൾ കണ്ടു, ബാല് തീ ഇറക്കിയാലും ഞങ്ങൾ ബാലിനെ ദൈവമായിട്ട് അംഗീകരിക്കാം എന്നൊരു മനോനിലയിലാണ് അവർ നിൽക്കുന്നത്. അതിന് പൂർണ്ണ സപ്പോർട്ടായിട്ടാണ് അവരുടെ രാജാവ്, അവരുടെ അഭിഷിക്തൻ നിൽക്കുന്നത്. ആ ജനം മുഴുവനും ദൈവത്തിൽ നിന്ന് അകന്നു പോയെന്നേ. അവരിപ്പോൾ മഴയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇസ്രായേൽ ഇപ്പോൾ ആഗ്രഹിക്കുന്ന മഴയ്ക്ക് വേണ്ടിയാണ്. 3-3.5 വർഷമായി മഴ പെയ്തിട്ട് വലിയ ദുരന്തത്തിലൂടെ അവർ കടന്നു പോവുകയാണ്. പക്ഷെ മഴ പെയ്യുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ ന്യായവിധി അവിടെ വെളിപ്പെടണം. മഴ പെയ്യണമെങ്കിൽ 2 കാര്യം പറയാം. മഴ പെയ്യുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ ന്യായവിധി അവിടെ വരണം. അതല്ലെങ്കിൽ ഈ യാഗം ഒരുക്കുന്നതിന് മുമ്പ് ഏലിയാവ് അവരോട് സംസാരിക്കുന്ന സമയമുണ്ട്. നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാല് വയ്ക്കുമെന്ന് ചോദിച്ച സമയത്ത് അവർ പറയണമായിരുന്നു, തെറ്റിപ്പോയി ദൈവമേ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവേ, ഞങ്ങൾ സകലത്തിലും തെറ്റിപ്പോയി, ഞങ്ങൾ നിൻ്റെ വഴികളിൽ നിന്ന് എന്നേ അകന്നുപോയി, ഞങ്ങൾ തിരിച്ചറിയുകയാണ്,
ഞങ്ങളെ മടക്കി വരുത്തണമേ. യഹോവേ, ഞങ്ങളെ നിങ്കിലേക്ക് മടക്കി വരുത്തണമേ. ആ പണ്ടേയുള്ള നല്ല കാലത്തിലേക്ക് ഞങ്ങളെ മടക്കി വരുത്തണമേ എന്ന് അവർ പറയണമായിരുന്നു. പറഞ്ഞായിരുന്നെങ്കിൽ പിന്നീട് അങ്ങനത്തെ യാഗങ്ങളോ കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും പറയേണ്ട ആവശ്യം വരുന്നില്ല. ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ സന്നിധിയിൽ സറണ്ടർ ചെയ്യണം, അവർ നെടുമ്പാട് വീഴണം. അങ്ങനെയൊന്നും സംഭവിച്ചില്ല. അങ്ങനെ ഒരു കാര്യം നടന്നില്ലെന്നേ. ഈ ബാലിൻ്റെയും അശേരയുടെയും പ്രവാചകന്മാർ അവിടെ തുള്ളി കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവരവിടെ നിന്ന് ജയഹോ മുഴക്കിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നു. ഇവരും അവിടെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം തീ ഇറങ്ങുമെന്ന് വിചാരിച്ച് അവർ നിന്നത്. ഉച്ച കഴിഞ്ഞിട്ട് അവരെ ഏലിയാവ് വിളിക്കുകയാണ്. കാര്യമൊന്നുമില്ല, ഇനി അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് പോരാൻ പറഞ്ഞ് വിളിക്കുക. പിന്നീടാണ് അവിടെ വലിയ ദൈവപ്രവൃത്തി കാണുന്നത്. ആ ദൈവപ്രവൃത്തി കണ്ട് ജനം കവിണ്ണു വീണു. അങ്ങനെയല്ലേ വായിച്ചത്? ജനമെല്ലാം അത് കണ്ട് കവിണ്ണു വീണു. യഹോവ തന്നെ ദൈവം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ യഹോവ ദൈവം അല്ലായിരുന്നു. യാഗപീഠത്തിൽ തീ ഇറക്കിയത് കൊണ്ടാണോ ഇസ്രായേലിനെ സംബന്ധിച്ച് യഹോവ ദൈവമായത്? ചുറ്റുമുള്ള രാജ്യക്കാരൊക്കെ ഈ രംഗം കണ്ടിട്ട് പറയാമെന്ന് വിചാരിച്ചോ? യഹോവ തന്നെയാ ദൈവം എന്ന് പറയുകയാണെങ്കിൽ അത് ന്യായമാണ്. ഇവരങ്ങനെ പറയേണ്ടവരാണോ? സൗരങ്ങളെ ചിന്തിക്ക്. തീ ഇറക്കിയിട്ട് വേണോ യഹോവ ദൈവമാകാൻ? അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന ദൈവം, വാക്തത്വങ്ങൾ കൊടുത്തുകൊണ്ട് വാക്തത്വ ദേശത്ത് അവരെ കൊണ്ടുവന്ന ദൈവം, യാഹാം ദൈവം. ആ യാഹാം ദൈവത്തിന് തീ ഇറക്കി പ്രൂവ് ചെയ്യണോ ഞാനാ ദൈവമെന്ന് ഇവരുടെ അടുക്കൽ? എന്താണ് അവരുടെ മനോനില നിങ്ങൾ മനസ്സിലാക്ക്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അവിടെ വീണത് ദൈവത്തിൻ്റെ കോപാഗ്നിയാണെന്ന്. വേഗം ആവർത്തന പുസ്തകത്തിലേക്ക് ഒന്ന് വന്നേ, ഓടിച്ചൊന്ന് പറയാം, വേഗം വരണം. ആവർത്തന പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, എന്നാൽ നിന്റെ ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന ഈ അഗ്നിയായി നിനക്ക് മുമ്പിൽ കടന്നു പോകുന്നു എന്ന് ഇത് നീ അറിഞ്ഞുകൊള്ളുക. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ മോശെ അവരോട് പറയുന്ന കാര്യമാണിത്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന ഈ അഗ്നിയായി നിന്റെ മുമ്പിൽ കടന്നു പോകുന്നു. അതിന് മുകളിലുള്ള വാക്യങ്ങളുണ്ട്. നിന്റെ മുമ്പിലുള്ള ശത്രുക്കളെയൊക്കെ ഉന്മൂലനം ചെയ്തുകൊണ്ട് നിനക്ക് പാതയൊരുക്കിക്കൊണ്ട് നിന്റെ ദൈവമായ യഹോവ നിനക്ക് മുമ്പായി തീയായി കടന്നു പോകുന്നു എന്നാണ് വായിക്കുന്നത്. തീയായി കടന്നു പോകുന്നു. അതായത് അതിൻ്റെ വിശദീകരണത്തിലേക്ക് വരേണ്ടതാണ്. എന്നാലും വിശദീകരണത്തിലേക്ക് വരാതെ ഞാൻ ഓടിച്ചു പറഞ്ഞു പോവുകയാണ്. ഈ 9-ാം അധ്യായം നിങ്ങൾ വായിക്കണം, പിന്നീട് സമയമെടുത്ത് വായിക്കണം. അതിനകത്ത് ഒത്തിരി മർമ്മങ്ങളുണ്ട്, ആഴങ്ങളുണ്ട് ഈ 9-ാം അധ്യായത്തിൽ. അപ്പോൾ അതെല്ലാം പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ്. പക്ഷേ സമയം പോയതുകൊണ്ട് അതിലേക്ക് പോകാനായിട്ട് മുഴുവനായിട്ടും പറ്റത്തില്ല. 1-2 വാക്യങ്ങൾ നിങ്ങളെ കാണിക്കാം. അതായത് ഈ ആവർത്തന പുസ്തകം 9-ാം അധ്യായം തുറന്നു വെച്ചുകൊണ്ട് ചില ഗൗരവമായ വാക്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാനുണ്ടെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ സാരം എന്തെന്ന് ചോദിച്ചാൽ, നമ്മളുടെ ആ മെസ്സേജിനോടുള്ള ബന്ധത്തിൽ ആളുകൾ വിയോജിപ്പ് രേഖപ്പെടുത്തിയത് ഏത് കാര്യത്തിലാണ്? അവിടെ ദൈവത്തിൻ്റെ കോപാഗ്നിയാണ് വന്നത്. ഏലിയാവ് എന്ന് പറയുന്ന മനുഷ്യൻ അവിടെ ഇടിവിൽ നിന്ന് ഇസ്രായേലിന് വേണ്ടി ഒരു ബലിപീഠം സജ്ജമാക്കി. അപ്പോൾ ദൈവത്തിൻ്റെ അഗ്നി യാഗപീഠത്തിലേക്ക് വന്ന് വീണു. അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ മേൽ ഭയാനകമായ ന്യായവിധി വരേണ്ടതായിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതാണ് അവർ അംഗീകരിക്കാതെ പോയത്. അതിനോടനുബന്ധിച്ചുള്ള ഉത്തരം നമ്മൾ മുൻപുള്ള ചില പുസ്തകങ്ങളിലേക്ക് വന്ന് നോക്കുകയാണ്. അതായത് ആവർത്തന പുസ്തകം 9-ാം അധ്യായത്തിൽ വിശദമായി നോക്കുമ്പോൾ ആ കാര്യങ്ങളുണ്ട്. ഞാൻ ഓടിച്ചു പറയുകയാണ്. 9-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നത്, ഞാൻ നോക്കിയാറേ നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയോട് പാപം ചെയ്തു. ഇത് ആരോട് പറയുന്ന? മോശ പറയുന്ന കാര്യമാണ്. ഏലിയാവിനെ വിട്ടിട്ട് നമ്മളിപ്പോൾ മോശയിലേക്ക് വരികയാണ്. ഏലിയാവ് ഇടിവിൽ നിന്നു എന്ന് പറയുന്നത് അംഗീകരിക്കാൻ പറ്റാത്തവർക്ക് തെളിവെന്നുള്ള നിലയിലാണ് നമ്മൾ ഈ വാക്യങ്ങളെ കാണിക്കുന്നത്. അതായത് പുറപ്പാട് ദിവസം 32-ാം അധ്യായത്തിൽ നമുക്കറിയാം ഇസ്രായേൽ കാളക്കുട്ടി ഉണ്ടാക്കിയ കാര്യം. ആ സംഭവത്തെ മോശ ഒടുവിലത്തെ സമയത്ത് എടുത്തു പറയുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയോട് പാപം ചെയ്തു, ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. യഹോവ നിങ്ങളോട് കൽപ്പിച്ച വഴി വേഗത്തിൽ വിട്ടുമാറിയെന്ന് കണ്ടു. യഹോവ നിങ്ങളോട് കൽപ്പിച്ച വഴി വേഗത്തിൽ വിട്ടുമാറുന്നത് കണ്ടു. അതായത് വാഗ്ദത്ത ഭൂമിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവർ വഴി തെറ്റുക. ഏലിയാവും ആഹാബും ഇസ്രായേലുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് എന്താ? മൊത്തത്തിൽ വഴി തെറ്റിപ്പോയ കാഴ്ചയാണ്. അപ്പോൾ ഇവിടെ മോശ പറയാണ്, യഹോവയോട് പാപം ചെയ്ത് നിങ്ങൾ വേഗത്തിൽ വഴി വിട്ടുമാറിയിരിക്കുന്നു. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അതിൻ്റെ വിശദീകരണം താഴേക്കുണ്ട്. എന്നിട്ട് 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്, പിന്നെ യഹോവയെ കോപിപ്പിപ്പാൻ തക്കവണ്ണം നിങ്ങൾ അവന് അനിഷ്ടമായി പ്രവർത്തിച്ച നിങ്ങളുടെ സകല പാപങ്ങൾ നിമിത്തം ഞാൻ യഹോവയുടെ സന്നിധിയിൽ മുമ്പലത്തെ പോലെ 40 രാവും 40 പകലും വീണ് കിടന്നു. ഇതെല്ലാം നോട്ട് ചെയ്യേണ്ട വാക്യങ്ങളാണ്.
ആ വാക്യത്തിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. മുമ്പിലത്തെ പോലെ 40 രാവും 40 പകലും ഞാൻ വീണ് കിടന്നു. അങ്ങനെ ഞാൻ ആഹാരം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്തില്ല. യഹോവ നിങ്ങളെ നശിപ്പിക്കുമാറ് നിങ്ങളുടെ നേരെ കോപിച്ച കോപവും ക്രോധവും കണ്ട് ഞാൻ ഭയപ്പെട്ടു. അങ്ങനെയല്ലേ? യഹോവയുടെ കോപവും ക്രോധവും കണ്ട് മോശ ഭയപ്പെട്ടു പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത്, എന്നാൽ യഹോവ ആ പ്രാവശ്യം എൻ്റെ അപേക്ഷ കേട്ട് അഹ്റോനെ നശിപ്പിക്കുമാറ് അവൻ്റെ നേരെയും യഹോവ ഏറ്റവും കോപിച്ചു. എന്നാൽ ഞാനന്ന് അഹ്റോന് വേണ്ടിയും അപേക്ഷിച്ചു. അങ്ങനെ ഞാൻ അഹ്റോന് വേണ്ടിയും ഇസ്രായേലിന് വേണ്ടിയും ദൈവത്തോട് അപേക്ഷിച്ചെന്നാണ് മോശ പറയുന്നത്. മോശ ദൈവത്തിൻ്റെ സന്നിധിയിൽ നെടുമ്പാട് വീണ് ദൈവത്തോട് അപേക്ഷിച്ചു. ഇസ്രായേലിന് വേണ്ടി മധ്യസ്ഥ അണച്ചു എന്ന് ചുരുക്കം. യഹോവയുടെ ഉഗ്രകോപം ഇസ്രായേലിന് നേരെ നിൽക്കുകയാണ്, നശിപ്പിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു കാലത്താണ് ഏലിയാവ് ദൈവത്തിൻ്റെ സന്നിധിയിൽ യാഗപീഠം ക്രമീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയത്. ഇവിടെയൊക്കെ എനിക്ക് ഒത്തിരി വിശദമായി പറയേണ്ടതുണ്ടായിരുന്നു. അതായത് താൻ ആ കർമ്മേലിലേക്ക് വരുന്നതും ആഹാബിനോട് സംസാരിക്കുന്നതും അത് കഴിഞ്ഞിട്ട് ജനത്തെയൊക്കെ കൂട്ടി വരുത്തുന്ന ആ ഒരു കുറച്ച് ദിവസങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ആ സമയത്തൊക്കെ ഏലിയാവിൻ്റെ പ്രാർത്ഥന എന്തായിരിക്കും? ദൈവമേ, നിൻ്റെ ജനമായ ഇസ്രായേൽ, നിൻ്റെ പ്രമാണത്തിലേക്ക് അവർ മടങ്ങി വരണമേ, നിൻ്റെ ജനത്തെ നശിപ്പിക്കല്ലേ. അബ്രഹാമിൻ്റെ ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ, നീ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത വാഗ്ദത്തങ്ങളുണ്ടല്ലോ, നിനക്കായി നീ തിരഞ്ഞെടുത്തിട്ടുള്ള നിൻ്റെ ജനമാണ്, ആ ജനത്തെ നശിപ്പിക്കല്ലേ, നീ അവർക്ക് ബാലശിക്ഷ കൊടുക്കണമെന്നായിരിക്കും പ്രാർത്ഥിക്കുന്നത്. അതായത് യഹോവയെ ദൈവം അവരെ ബാലശിക്ഷ കൊടുത്ത്, ദൈവത്തിൻ്റെ ന്യായവിധി തന്നെ അത്, അങ്ങനെ ആ ബാലശിക്ഷ കൊടുത്ത് അവരെ യഥാസ്ഥാനപ്പെടുത്തണം. അല്ലെങ്കിൽ ജാതികൾ അവരുടെ മേൽ, അല്ലെങ്കിൽ ജാതികൾ അവരെ ശിക്ഷിക്കും. അവർ ദൈവത്തിൻ്റെ പ്രമാണത്തിൽ നിന്ന് അകന്നു പോയാൽ ദൈവിക സംരക്ഷണം ഉണ്ടാകില്ല. ദൈവിക സംരക്ഷണമില്ല, പിന്നെ മതിൽ തകരുകയല്ലേ. പിന്നെ അശൂരോ നെബൂഖദ്നേസറോ ആര് വേണേലും രഥം ഉരുട്ടിക്കൊണ്ട് വരും. അതറിയാവുന്ന ഏലിയാവ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇടിവിൽ നിൽക്കുകയാണ്. ഇവർക്ക് താൽക്കാലികമായ ബാലശിക്ഷ കൊടുത്തുകൊണ്ട് ഇവരെ യഥാസ്ഥാനപ്പെടുത്തണം. താൻ യാഗപീഠം സജ്ജമാക്കി. ഇസ്രായേൽ ജനത്തിൻ്റെ കണ്ണ് തുറക്കാൻ വേണ്ടിയാണ് 12 കല്ല് നാട്ടിയത്. യഹോവയായ ദൈവം എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് അതിലൂടെ ഒരു നിശബ്ദമായ സന്ദേശമാണ് വെളിപ്പെടുന്നത്. നിശബ്ദമായൊരു സന്ദേശം. 10 കല്ലല്ല വെച്ചത്, 12 കല്ല വെച്ചത്. പ്രമാണം അറിയാവുന്നവനാണ് ഏലിയാവ്. ദൈവത്തിൻ്റെ ആലോചനയ്ക്കനുസരിച്ചാണ് താനത് പ്രവർത്തിച്ചത്. ഏതെങ്കിലും ന്യൂ ജനറേഷൻ പെന്തിക്കോസ് പാസ്റ്ററാ വന്ന് യാഗം നടത്തുന്നതെങ്കിൽ അവൻ 10 കല്ല് വെച്ചിട്ട് യാഗം നടത്തിയിട്ട് പോകും. അവർ ചോദിക്കും, തീ ഇറക്കിയാൽ പോരെ, എങ്ങനെയെങ്കിലും തീ ഇറക്കിയാൽ പോരെ എന്ന് ചോദിക്കും. നമുക്ക് കുറച്ച് നേരം തുള്ളാൻ ചാടാം, കുറച്ച് തീ ഇറക്കാം. അങ്ങനെ ചുമ്മാ തീ ഇറക്കിയിട്ട് കാര്യമില്ലെന്നേ. ആവർത്തനം 9:26 വാക്യം. ഞാൻ യഹോവയോട് അപേക്ഷിച്ച് പറഞ്ഞത്, കർത്താവായ യഹോവേ, നിൻ്റെ മഹത്വം കൊണ്ട് നീ വീണ്ടെടുത്ത ബലമുള്ള കയ്യാൽ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന നിൻ്റെ ജനത്തെയും നിൻ്റെ അവകാശത്തെയും നശിപ്പിക്കരുതേ. അത് കഴിഞ്ഞ് താഴേക്കൊക്കെ അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്. നിൻ്റെ അവകാശത്തെ നശിപ്പിക്കരുതേ എന്ന് മോശ ഇടിവിൽ നിന്ന് പറയാണ്. ആ സെയിം കാര്യം തന്നെയാണ് ഏലിയാവും പറഞ്ഞത്. വേറെ ഒത്തിരി ഉദാഹരണങ്ങൾ പറയാനുണ്ട്. യഹോവയുടെ കോപമാണ് യാഗപീഠത്തിൽ വന്ന് വീണത്. സെൻട്രൽ പാസ്റ്റർമാരും ചെറിയ പാസ്റ്ററും വലിയ പാസ്റ്ററും കേട്ടോണം. ഇവിടെ മോശ പറയാണ്, യഹോവയുടെ കോപത്തെ താൻ ഇടിവിൽ നിന്ന് അതിനെ ശമിപ്പിക്കുകയാണ്, മധ്യസ്ഥ അണയ്ക്കുകയാണ്. അതേ കാര്യം തന്നെയാണ് ദൈവത്തിൻ്റെ അഭിഷിക്തനായ ഏലിയാവും ചെയ്യുന്നത്. ഇസ്രായേൽ ബാലിൻ്റെ പുറകെയാണ്, അവർ ലോകമയത്വത്തിലേക്ക് പോയി. അതുകൊണ്ടാണ് ഏലിയാവ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇടിവിൽ നിൽക്കുന്നത്. ഏലിയാവ് കാര്യങ്ങളെ ക്രമീകരിച്ചുകൊണ്ട് പ്രമാണപ്രകാരം യാഗം അർപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരം അത് ചെയ്തതുകൊണ്ട് ദൈവത്തിന് തന്നിൽ പ്രസാദം വന്നു. അങ്ങനെയാണ് തൻ്റെ യാഗം താൻ കൈക്കൊള്ളുന്നത്. അങ്ങനെയാണ് ഏലിയാവിൻ്റെ യാഗം വലിയവനായ ദൈവം കൈക്കൊള്ളുന്നത്. അതിന് മറുസൈഡും കൂടെയുണ്ട്. ആ മറുസൈഡാണ് ദൈവത്തിൻ്റെ ന്യായവിധി എന്ന് ഞാൻ പറഞ്ഞത്. മറുസൈഡ് ദൈവത്തിൻ്റെ ന്യായവിധിയാണ്. അതാണ് അവിടെ സംഭവിച്ചത്. ഈ പറയപ്പെട്ട പുസ്തകങ്ങളിലൂടെ എല്ലാം നമ്മൾ സഞ്ചരിച്ച് കണ്ടെത്തിയ ഉത്തരം 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്ന്, ഈ ആവർത്തന പുസ്തകത്തിൽ നിന്ന്, ഇനി വരേണ്ടത് 2 രാജാക്കന്മാർ 17-ാം അധ്യായത്തിലേക്കായിരുന്നു. ഇനി വരേണ്ടത് 2 രാജാക്കന്മാർ 17-ാം അധ്യായത്തിലേക്കായിരുന്നു. അതായത് ഏലിയാവ് കർമ്മേലിൽ യാഗപീഠം സജ്ജമാക്കി, അവിടെ തീ ഇറങ്ങി. പിന്നത്തേതിൽ ഏലിയാവിൻ്റെ പ്രാർത്ഥനയുണ്ട്. നമ്മൾ അങ്ങോട്ടൊന്നും കടന്നു പോയില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് ഏലിയാവ് തൻ്റെ ശുശ്രൂഷ ഏലീശയ്ക്ക് കൈമാറുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു. പിന്നീട് ഏലീശയുടെ കാലമാണ്.
അത് കഴിഞ്ഞ് പിന്നെയും പല പ്രവാചകന്മാരും വരുന്നുണ്ട്. ആ പ്രവാചകന്മാരുടെ കാലത്തൊന്നും ഇസ്രായേൽ യഹോവയുടെ വഴിയിൽ നടന്നില്ല. അവർ വിഗ്രഹാരാധനയിലേക്ക് തന്നെയാണ് പിന്നെയും പോയത്. ഈ ഒരു ഷോർട്ട് പീരീഡിൽ ഏലിയാവ് ഇവിടെ കടന്നു വന്ന് ഈ പറയപ്പെട്ട നിലയിൽ യാഗം അർപ്പിച്ചു. ഇതൊക്കെ ശരിയാണ്. അന്നേരം ജനം ഒന്ന് കവിണ്ണു വീണെന്നേ ഉള്ളൂ. നമ്മൾ ചില സമയത്ത് പ്രസംഗിക്കുമ്പോൾ പെട്ടെന്ന് കവിഴ്ന്നു വീഴുന്ന പെന്തക്കോസ്തുകാരുണ്ട്. ഓ, വലിയ കാര്യങ്ങളാണ് പറഞ്ഞെന്ന് പറഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോഴോ അതെല്ലാം മറന്നു പോവും. അതൊക്കെ മറന്നു കഴിഞ്ഞിട്ട് വേറെ വഴിക്ക് പോവും. അതുപോലെയാണ് ഇസ്രായേൽ. ഇസ്രായേൽ കവിണ്ണ് വീണത് വാസ്തവമായിട്ടാണെങ്കിൽ, ദൈവഭയത്തിലാണെങ്കിൽ, ഞങ്ങൾ യഹോവയായ ദൈവത്തെ സേവിക്കുകയുള്ളൂ, ഞങ്ങളുടെ ദൈവം ആത്മാവായ ദൈവമാണ്, യാതൊരുവിധ വിഗ്രഹങ്ങളും ഞങ്ങൾ ഉണ്ടാക്കില്ല, യാതൊരുവിധമായ അശേര പ്രതിഷ്ഠകളെയും ഞങ്ങൾ സേവിക്കില്ലെന്നൊരു ഉറച്ച തീരുമാനത്തിലാണ്, ഒരു സമർപ്പണത്തിലാണെങ്കിൽ പിന്നീടൊരു പ്രവാസത്തിൻ്റെ ആവശ്യമുണ്ടോ? നോക്കണം, കർമ്മേലിൽ ദൈവത്തിൻ്റെ ന്യായവിധി വെളിപ്പെട്ടു. രണ്ട് രീതിയിലാണ് ന്യായവിധി കാണിക്കുന്നത്. ഒന്ന്, 3.5 വർഷം മുമ്പ് ആഹാബിൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് ഏലിയാവ് പറഞ്ഞത് ന്യായവിധി തന്നെയാണ്. ഒരളവിൽ ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും പെയ്യില്ലെന്ന് പറഞ്ഞാൽ അതൊരു ന്യായവിധിയായിട്ട് കൂട്ടാൻ മേലേ? ഒരു ശിക്ഷണ നടപടിയാണത്. ഒരു ബാലശിക്ഷയോ കനത്ത ശിക്ഷയോ എങ്ങനെ വേണമെങ്കിലും കൂട്ടിക്കോ. ആ ശിക്ഷണ നടപടിയിൽ രാജാവായ ആഹാബോ ഇസ്രായേൽ ജനമോ മാനസാന്തരപ്പെട്ടില്ല. അത്ഭുതം, അത്ഭുതം. അവർക്ക് മനസ്സിലായില്ല. അത് കടന്നു വന്ന് സംസാരിച്ച ഏലിയാവ് ദൈവത്തിൻ്റെ അഭിഷിക്തനാണെന്നൊരു മനുഷ്യക്കുഞ്ഞിനും മനസ്സിലായി കാണില്ല. മനസ്സിലായെങ്കിൽ താൻ പറഞ്ഞതിന് ശേഷം മഴ പെയ്തിട്ടില്ല. ഇവർ ഓരോരുത്തരും ചിന്തിക്കണ്ടേ? ആ ദേശക്കാരായ മത്തായി, മർക്കോസും അവറാച്ചനും ഒക്കെ ചിന്തിക്കണം. ഇങ്ങനെ ഒരു മനുഷ്യൻ യോർദാൻ്റെ അങ്ങേക്കരയിൽ നിന്ന് വന്നായിരുന്നല്ലോ, ഞങ്ങളുടെ രാജാവിൻ്റെ അടുക്ക വന്ന് പറഞ്ഞല്ലോ മഞ്ഞും മഴയും പെയ്യില്ലെന്ന്. ഇപ്പോൾ 1 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു മഴ പെയ്തിട്ട്. ഈ കൊല്ലത്തെ മഴയുടെ സമയമായിട്ട് മഴ വന്നില്ല. 2ാം കൊല്ലമെങ്കിലും ഒന്ന് ചിന്തിക്കണ്ടേ? 2ാം കൊല്ലമായിട്ടും മഴ വരുന്നില്ല, 3ാം കൊല്ലമായിട്ടും മഴ വരുന്നില്ല. നിശ്ചയമായോ വന്നവൻ ദൈവത്തിൻ്റെ ദാസനാണെന്ന് അതിലൂടെങ്കിലും ചിന്തിക്കണ്ടേ? മനസ്സിലാകുന്നില്ലെന്നേ. നമ്മൾ ജങ്ക് വെട്ടി പറഞ്ഞാലും ആളുകൾക്ക് മനസ്സിലാകുന്നില്ല. ഈ പറയുന്ന ആരാണെന്നും ആർ മുഖാന്തരമാ പറയുന്നതെന്നൊന്നും ആളുകൾക്ക് പിടികിട്ടുന്നില്ല. അവർ ശേഷം ശബ്ദങ്ങളിൽ ഒരു ശബ്ദമായിട്ട് അങ്ങ് തള്ളിക്കളയാണ്, അല്ലേ? അവർ ശേഷം ശബ്ദങ്ങളിൽ ഒരു ശബ്ദമായിട്ട് അങ്ങ് തള്ളിക്കളയാണ്, ഗൗരവം കൊടുക്കുന്നില്ല. അപ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? ഈ മഴ പെയ്യില്ല എന്ന് പറഞ്ഞത് തന്നെ ഒരു ന്യായവിധിയായിട്ട് പരിഗണിക്കണം. ജനം മനം തിരിഞ്ഞില്ല. ഇവിടെ യാഗപീഠത്തിൽ തീ ഇറങ്ങി, അന്നേരത്തേക്കൊന്ന് കവിണ്ണു വീണു. പക്ഷെ ചരിത്രത്തിൽ പിന്നെ അങ്ങനെയല്ല നമ്മൾ കാണുന്നത്. ഈ യാഗപീഠത്തിൽ തീ ഇറങ്ങി, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഇസ്രായേൽ അവിടെ തടിച്ചു കൂടുമ്പോൾ അവരെല്ലാം ആഗ്രഹിക്കുന്നൊരു മഴയ്ക്ക് വേണ്ടിയിട്ടാണ്. ചുമ്മാ മഴ പെയ്യില്ല, ന്യായവിധി അവിടെ നടക്കണം, യാഗപീഠത്തിൽ തീ ഇറങ്ങണം, എങ്കിലേ മഴ പെയ്യൂ. 3.5 വർഷക്കാലം മഴ പെയ്യില്ലെന്ന് പറഞ്ഞതുപോലും ഗവനിക്കാത്തവരാണ് അവർ. അപ്പോൾ കഠിനമായൊരു കാര്യം അവരുടെ കണ്ണിന് മുമ്പിൽ ദൈവം കൊണ്ടുവരികയാണ്, കഠിനമായൊരു കാര്യം. പക്ഷെ ഇതുകൊണ്ടൊന്നും അവർ പൂർണ്ണമായ ആ ഒരു സമർപ്പണത്തിലേക്ക് വന്നില്ല. പിന്നത്തേതിൽ ചരിത്രത്തിൽ സംഭവിക്കുന്നത് പ്രവാസമാണ്, പ്രവാസം. ഇസ്രായേൽ ജനം പ്രവാസത്തിലേക്ക്, അശൂർ മുഖാന്തരം പ്രവാസത്തിലേക്ക് പോകുന്ന ഭയാനകമായൊരു കാഴ്ചയാണ് നമ്മൾ 2 രാജാക്കന്മാർ 17-ാം അധ്യായത്തിൽ കാണുന്നത്. എന്നേക്കുമായിട്ട് അവർ പ്രവാസത്തിലേക്ക് പോവുകയാണ്. മടങ്ങി വരാതെ വണ്ണമുള്ളൊരു പോക്കാണ്. തെക്കേ ദേശക്കാർ ബാബേലിലേക്ക് പോയിട്ട് 70 വർഷം കഴിഞ്ഞ് മടങ്ങി വന്നു. ഇവരെ അശൂര് പ്രവാസത്തിലേക്ക് പിടിച്ചുകൊണ്ട് പോയതിന് ശേഷം ഇവരൊരിക്കലും മടങ്ങി വന്നിട്ടില്ല. 1948 മുമ്പ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് ഈ വടക്കേ ദേശക്കാർ ഇസ്രായേലിലേക്ക് കുറേശ്ശെയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എത്ര കൊല്ലമാണെന്ന് നോക്കണം. ഏതാണ്ടൊരു 3000-ത്തിനടുത്ത് വർഷം അവർ ലോകമാകുന്ന സാഗരത്തിൽ അങ്ങനെ ചെതറിപ്പോയി. ദൈവമായിട്ടൊരു ബന്ധമില്ലാതെ, ജാതികളോട് ഇടകലർന്ന്, ദൈവിക സംരക്ഷണയില്ലാതെ, എന്താ പറയുക, മൃഗതുല്യമായൊരു ജീവിതം നയിച്ചു പോകേണ്ട സാഹചര്യം വന്നു. ദൈവത്തിൻ്റെ പ്രവാചകനായ, ദൈവത്തിൻ്റെ ദാസനായ ഏലിയാവിൻ്റെ വാക്കുകൾ, പിന്നീട് വന്ന ഏലീശ, മറ്റ് പ്രവാചകന്മാർ അവരുടെ ഒന്നും വാക്കുകൾ ഇവർ കേൾക്കാൻ ഊട്ടാക്കിയില്ല. ആ കാരണത്താൽ ഭയാനകമായ ന്യായവിധിയാണ് അവരുടെ മേൽ വന്നത്. 2 രീതിയിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, മഴ പെയ്യില്ലെന്ന് പറഞ്ഞത് ന്യായവിധി എന്നുള്ള നിലയിൽ തന്നെ പരിഗണിക്കണം. 2, യാഗപീഠത്തിലിറങ്ങിയ തീ എന്ന് പറയുന്നത് ഏലിയാവിൻ്റെ യാഗത്തിൽ പ്രസാദിക്കുന്നു, മറു സൈഡിൽ ഇസ്രായേലിൻ്റെ മേലുള്ള ന്യായവിധിയുമാണ്. അതും കഴിഞ്ഞ് നമ്മൾ കാണുന്നത് ഏകദേശം BC 752 ആണെന്നാണ് എൻ്റെ ഒരു ചിന്ത, മറന്നുപോയി. ഇസ്രായേൽ പ്രവാസത്തിലേക്ക് പോവുകയാണ്.
പ്രവാസത്തിലേക്ക് പോകുന്ന കാഴ്ച, അത് ഭയാനകമായ ന്യായവിധിയാണ്. അപ്പോൾ ഈ കേൾക്കപ്പെട്ട കാര്യങ്ങളെല്ലാം ഇസ്രായേലുമായി ബന്ധപ്പെടുത്തിയാണ് സംസാരിച്ചതെങ്കിലും ഈ തലമുറയിലെ ദൈവത്തിൻ്റെ ജനം ഇതെല്ലാം കേൾക്കുമ്പോൾ ദൈവഭയത്തിലേക്ക് മടങ്ങി വന്ന് ജനം വചനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി നോക്കി പാർക്കേണ്ടതാകുന്നു എന്നുള്ള വലിയൊരു സന്ദേശമാണ് നമുക്ക് ലഭിക്കുന്നത്. വലിയൊരു സന്ദേശം. നമ്മൾ ഇടയ്ക്ക് ചില വാക്യങ്ങളിലൂടെയൊക്കെ കണ്ടെത്തിയ ഗൗരവമായ വെളിപ്പാടുകൾ. ആ വെളിപ്പാടുകളെയൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ആത്മീയ വിഷയത്തിൽ വെളിപ്പാടിൽ സഞ്ചരിക്കുന്ന ആ ഒരു തലത്തിലേക്ക് ഉയർന്നു വരേണ്ടതുണ്ട്. അതിനായി സർവശക്തനായ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.